ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരൽ ചർച്ചിലിന്റെ ടോപ്പ് ഗേൾസ് എന്ന ഡ്രാമയെക്കുറിച്ചാണ്. ഈ ഒരു പ്രത്യേക കാലത്തിൻ്റെ നമ്മളറിയാം 20th സെഞ്ച്വറി പോസ്റ്റ് 1940 ലിറ്ററേച്ചറിന്റെ പ്രത്യേകത യുദ്ധങ്ങൾക്ക് ശേഷമുള്ള പല രാജ്യങ്ങളിലും നടന്ന മാറ്റങ്ങളെല്ലാം സ്വാധീനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ സ്വാധീനത്താൽ എഴുതിയ രചനകളാണ് നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ 20th സെഞ്ച്വറി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ. അതിൽ തന്നെ ഡ്രാമകളിൽ പുതിയ കാലത്തിന്റെ എഴുത്തുകാരികളിൽ ഒരാളാണ് ഈ പറയുന്ന കാരൽ ചർച്ചിൽ. ഇവരുടെ ടോപ്പ് ഗേൾസ്. തീർച്ചയായിട്ടും ഇതൊരു സ്ത്രീപക്ഷ രചനയാണ്. ഒരു സ്ത്രീ എഴുതിയത് മാത്രമല്ല, സ്ത്രീയുടെ കാഴ്ചപ്പാടിലൂടെ പ്രത്യേകിച്ച് പുരുഷ മേധാവിത്വ ലോകത്ത് അവൾ തളയ്ക്കപ്പെട്ടതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പുരുഷ മേധാവിത്വ ആ സമൂഹത്തിൽ എല്ലാം പുരുഷൻ നിർണയിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു വലിയ എക്സ്പ്രഷൻ, ഒരു പ്രതിഷേധാത്മകമായ എക്സ്പ്രഷനാണ് ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന ഈ നാടകത്തിലൂടെ കാരൽ ചർച്ചിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ നാടകത്തിന്റെ വിശദമായ ഒരു സമ്മറിയാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം സമ്മറിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എഴുത്തുകാരിയെ ഒന്ന് പരിചയപ്പെടാം. കാരൽ ചർച്ചിലിനെ കുറിച്ച് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. കാരൽ ചർച്ചിൽ വാസ് ബോൺ ഇൻ ലണ്ടൻ, ഇംഗ്ലണ്ട്, ബട്ട് ഫ്രം ദ ഏജ് ഓഫ് 10 വാസ് റൈസ്ഡ് ഇൻ മോൺട്രിയൽ, ക്യൂബെക്. കാരൽ ചർച്ചിൽ എന്ന് പറയുന്ന നമ്മുടെ ഈ എഴുത്തുകാരി ജനിക്കുന്നത് ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ്. പക്ഷെ പിന്നീട് വളരുന്നത് ഏജ് ഓഫ് 10 വാസ് റൈസ്ഡ്, അതായത് 10ാമത്തെ വയസ്സ് മുതൽ പിന്നീട് വളരുന്നത് എവിടെയാണ്? ക്യൂബെക്, കാനഡയിലെ ക്യൂബെക്കിലെ മോൺട്രിയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ചർച്ചിൽ റിട്ടേൺ ടു ഇംഗ്ലണ്ട് ടു അറ്റൻഡ് ലേഡി മാർഗരറ്റ് ഹാൾ, എ വുമൻസ് കോളേജ് അറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. എന്നാൽ ഈ പറയുന്ന പോലെ കാനഡയിലേക്ക് പോയെങ്കിലും അവർ തിരിച്ചു വന്നത് എന്തിനായിരുന്നു? ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ടു അറ്റൻഡ് ലേഡി മാർഗരറ്റ് ഹാൾ. ലേഡി മാർഗരറ്റ് ഹാളിലെ പഠനത്തിനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പിന്നീട് വരുന്ന വുമൻസ് കോളേജ് അറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വുമൻസ് കോളേജ് ആണ് ഈ പറയുന്ന ലേഡി മാർഗരറ്റ് ഹാൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് അവർ തിരിച്ചു വരുന്നുണ്ട്. There Churchill began writing plays. അപ്പൊ അവിടെ വെച്ചാണ് നാടകങ്ങൾ എഴുതുന്നത് ഇവർ തുടങ്ങുന്നത്. And had several performed by Oxford students. അതിൽ തന്നെ ഇവര് അവിടെ തീർച്ചയായിട്ടും പിന്നീട് മുതിർന്നതിന് ശേഷമാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരെ എഴുതിയ നാടകങ്ങളെല്ലാം അവിടുത്തെ ഓക്സ്ഫോർഡിലെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നീട് സ്റ്റേജ് പെർഫോമൻസുകളായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യം വരുന്നത്, പിന്നീട് അവര് അവിടെ തന്നെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ഗ്രാജുവേഷൻ ചർച്ചിൽ മാരീഡ് ആൻഡ് ബിഗാൻ റൈറ്റിംഗ് ഷോർട്ട് റേഡിയോ ഡ്രാമാസ് ഫോർ BBC റേഡിയോ. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ ലേഡി മാർഗരറ്റ് ഹാളിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഈ കോളേജിൽ വെച്ച് ഗ്രാജുവേഷൻ ലഭിക്കുകയും അപ്പോൾ ഗ്രാജുവേഷന്റെ സമയത്ത് തന്നെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? നാടകങ്ങളൊക്കെ എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എഴുത്തിന്റെ ലോകത്തേക്ക് എത്തിയ ആളാണ് നമ്മുടെ എഴുത്തുകാരി. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിയുന്നു. ആൻഡ് ബിഗാൻ റൈറ്റിംഗ് ഷോർട്ട് റേഡിയോ ഡ്രാമാസ് ഫോർ BBC. നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആയിട്ടുള്ള ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC, അതിന്റെ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് റേഡിയോ നാടകങ്ങൾ എഴുതാനും ഇവർ ആരംഭിച്ചു. ഇൻ ദ 1970s ചർച്ചിൽ ബിഗാൻ റിസീവിംഗ് ലാർജർ അറ്റൻഷൻ ഫോർ ഹർ വർക്ക്. 1970കളായപ്പോഴേക്കും ഇവരുടെ എഴുത്തുകൾക്ക് വലിയ ജനശ്രദ്ധ കിട്ടാൻ തുടങ്ങി. പലരും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവരുടെ നാടകങ്ങളെല്ലാം വളരെ ഫേമസ് ആവാനും തുടങ്ങി. ഷി വാസ് അപ്പോയിന്റഡ് റെസിഡന്റ് ഡ്രാമാറ്റിസ്റ്റ് അറ്റ് ദ പ്രസ്റ്റീജിയസ് ആൻഡ് എക്സ്പെരിമെന്റൽ റോയൽ കോർട്ട് തിയേറ്റർ ഇൻ 1974. അങ്ങനെ ഇവരുടെ നാടകങ്ങളെല്ലാം വളരെ പ്രശസ്തമാവുകയും ഇവരെ ഒരു പ്രത്യേക ക്ഷണിതാവായി വിളിക്കുകയും ചെയ്തു. ആരാണ് വിളിക്കുന്നത്? അപ്പോയിന്റഡ് ആസ് ദ റെസിഡന്റ് ഡ്രാമാറ്റിസ്റ്റ്, അതായത് അവിടെ താമസിച്ച് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ അവരെ സ്വീകരിച്ചു. ആരാണ്? ദ പ്രസ്റ്റീജിയസ്, വളരെ ഫേമസ് ആയിട്ടുള്ള, ആൻഡ് എക്സ്പെരിമെന്റൽ, വളരെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള, കൃത്യമായ അതുപോലെ അക്കാലത്ത് തുടർന്നു പോന്നിരുന്ന രീതികളിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വരുത്തി
വളരെ പരീക്ഷണാത്മകമായി നാടകങ്ങളൊക്കെ ചെയ്യുന്ന റോയൽ കോർട്ട് തിയേറ്റർ 1974 ഇവളെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് ഹർ 1979 പ്ലേ, അങ്ങനെ 1979 അവർ എഴുതിയ നാടകമാണ് ക്ലൗഡ് 9 റിസീവ്ഡ് ഇന്റർനാഷണൽ അക്ലെയിം. അവരുടെ 1979 നാടകമാണ് ക്ലൗഡ് 9. അതെന്ത് ചെയ്യുന്നു, റിസീവ്ഡ് ഇന്റർനാഷണൽ അക്ലെയിം, ലോക പ്രശസ്ത നേടിയെടുക്കുന്നു. അത്രയും നിരൂപകർക്കിടയിലും നാടകാചാര്യന്മാർക്കിടയിലെല്ലാം ഇവരൊരു ശ്രദ്ധിക്കപ്പെടുന്ന എഴുത്തുകാരിയായി മാറുന്നത് ഇവരുടെ ക്ലൗഡ് 9 എന്ന ഡ്രാമയാണ്. ആദ്യ ഡ്രാമ ഇതല്ല, നമ്മൾ പറഞ്ഞല്ലോ, പഠിക്കുന്ന കാലം മുതലേ ഡ്രാമകളൊക്കെ എഴുതിയിട്ടുണ്ട്, അത് അവതരിപ്പിച്ചിട്ടുമുണ്ട്. ടോപ്പ് ഗേൾസ്, സീരിയസ് മണി ആൻഡ് ദ ശ്രീഖർ ഫോളോഡ്. അതായത് ക്ലൗഡ് 9 എന്ന് പറയുന്ന പ്രശസ്തമായ നാടകത്തിന് ശേഷം പിന്നീട് വന്നവയാണ് ടോപ്പ് ഗേൾസ്, സീരിയസ് മണി, ദ ശ്രീഖർ ഫോളോ. ഇവരൊക്കെയാണ് പിന്നീട് വന്ന നാടകങ്ങൾ. അതിൽ ടോപ്പ് ഗേൾസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഈച്ച് പ്ലേ ഏൺഡ് ചർച്ചിൽ സക്സസ് ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ്. പിന്നീട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, ഇവരുടെ എഴുത്തുകൾ വളരെ പ്രശസ്തമാവുകയും ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി, ഒരു നാടകകൃത്തായി ഇവർ മാറുകയുമാണ് പിന്നീടുണ്ടായത്. Her plays use hyperrealism or surrealism to explore issues of caste, gender, political corruption and environmental destruction. പുതിയ കാലത്തിന്റെ എഴുത്തുകാരിയാണ് അല്ലെ, ഒരു മോഡേണിസ്റ്റ്, പോസ്റ്റ് മോഡേണിസ്റ്റ് ഒക്കെ പറയുന്ന എഴുത്ത് രീതികളിലേക്ക് വന്ന ആളാണ്. ആദ്യകാലത്തെ പഴയ എഴുത്ത് രീതികളോട്, നാടകത്തിന്റെ അതുവരെ പുലർന്നിരുന്ന രീതികളോടൊന്നും വലിയ താല്പര്യമില്ലാതെ പുതിയ രീതിയിൽ, പുതിയ ആശയങ്ങളുമായി നാടകത്തിലേക്ക് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ രീതികൾ എന്ന് പറയുന്നത്, അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഹൈപ്പർ റിയലിസം. റിയലിസം തന്നെ അത് കുറച്ചും കൂടെ കൃത്യമായി നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണാൻ വേണ്ടിയിട്ട്, അതായത് വളരെ റിയലിസ്റ്റിക് ആയിരിക്കും, കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ആയിരിക്കും. ബട്ട് അതിനകത്തേക്ക് ഡ്രാമയാണല്ലോ അല്ലെ, ഇറ്റ്സ് ഡ്രാമ എന്ന് പറയുമ്പോൾ പിന്നെ അതെന്താണ്, ഇറ്റ്സ് ഡ്രാമ അല്ലെ, നാടകമാണ്. അപ്പോ ലൈഫ് അതുപോലെ കാണിക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. പക്ഷെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിൽ അതിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ നമ്മൾ ലൈഫിലെ ചില കാര്യങ്ങൾ അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കും. ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കും. ഇനി പല കാര്യങ്ങളും പല ജീവിതങ്ങളും കാണിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണെന്നും ഇതെല്ലാം ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നതെന്നും നമ്മുടെ ലൈഫിൽ നിന്നോ നമ്മൾ അടുത്ത ലൈഫുകൾ, മറ്റ് ജീവിതങ്ങൾ കാണുമ്പോഴോ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് നാടകത്തിലെ ചില ക്വാളിറ്റീസിനെ ഹൈപ്പറായിട്ട് വളരെ തീവ്രമായ രീതിയിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നാടകങ്ങളെ അവതരിപ്പിക്കുക. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കാണുന്ന ആളുകളാണെന്നൊക്കെ തോന്നുമെങ്കിലും ആ ജീവിതത്തിൽ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഇത്തരത്തിൽ ചില കഥാപാത്രങ്ങളിലൂടെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധിക്കും. സോ അതാണ് ഇവരുടെ പ്രത്യേകത. അതിനാണ് ഹൈപ്പർ റിയലിസം എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ റിയലിസം എന്ന് പറയുന്ന ആ സംഭവം തന്നെയാണ്. അതായത് എന്താണോ ലൈഫ് അല്ലെ, അതായത് നമ്മൾ അതുവരെ കാണുന്ന നമുക്ക് ചുറ്റിലുമുള്ള ജീവിതം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരും അവതരിപ്പിക്കുന്നത്. പക്ഷെ അത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാ അല്ലെങ്കിൽ എല്ലാ സ്വഭാവങ്ങളൊന്നും കാണിക്കാതെ ഇവർക്ക് പറയേണ്ട ചില സംഭവങ്ങൾ ഹൈപ്പറായിട്ട് കാണിക്കുക. വേണമെങ്കിൽ അതിനെ സർറിയലിസം എന്നും പറയാം. സർറിയലിസം അതായത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൂടുതലായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭയങ്കരമായ റിയാലിറ്റി കാണിക്കുന്ന രീതിയിൽ ഒക്കെ ചിലപ്പോൾ അവതരിപ്പിക്കപ്പെടാം. സർറിയലിസം എന്ന് പറയുന്നത് മറ്റൊരു ധാരയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. റിയലിസത്തിന്റെ മറ്റൊരു മോഡാണ്. ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തതയില്ല, ചില കൺഫ്യൂഷൻ, മനുഷ്യന്റെ ആശയപരമായ കൺഫ്യൂഷൻസിനെയെല്ലാം, അവ്യക്തതകളെയെല്ലാം കാണിക്കുക. എന്നാൽ മുമ്പിൽ നിൽക്കുന്നത് ജീവൻ തുടിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതുകൊണ്ടെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ജനിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളാണ് സർറിയലിസം. ടു എക്സ്പ്ലോർ ഇഷ്യൂസ് ഓഫ്, ഇനി ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഹൈപ്പർ റിയലിസം എന്നൊക്കെ പറയുന്ന ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെന്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്? ക്ലാസ്, വിവിധ വിഭാഗങ്ങളെക്കുറിച്ച്, ജെൻഡർ അല്ലെ, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെക്കുറിച്ച്, പൊളിറ്റിക്കൽ കറപ്ഷൻ, രാഷ്ട്രീയപരമായിട്ടുള്ള അഴിമതികളെക്കുറിച്ച്, ആൻഡ് എൻവിറോൺമെന്റൽ ഡിസ്ട്രക്ഷൻ, നമ്മളെ നാടിനെയും പ്രകൃതിയെയും നശിപ്പിക്കുന്ന പലതിനെയും കുറിച്ച്. അങ്ങനെ ഗ്ലോബൽ ആയിട്ടുള്ള പല കാര്യങ്ങളും തൻ്റെതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ച് ലോക ശ്രദ്ധ നേടിയ എഴുത്തുകാരിയാണ്
കാരൽ ചർച്ചിൽ എന്ന് പറയുന്ന നമ്മുടെ എഴുത്തുകാരി. അപ്പോൾ എഴുത്തുകാരിയെ കുറിച്ച് ചെറിയൊരു ധാരണ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി നമ്മുടെ നാടകത്തെക്കുറിച്ച് ആദ്യം ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മുടെ നാടകം അറിയാം, ടോപ്പ് ഗേൾസ് എന്നാണ് ഈ നാടകത്തിന്റെ പേര്. അപ്പോൾ എന്താണ് ഇത് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് അവിടെ ആ ഒരു വിഭാഗം ആളുകളിൽ വളരെ ഫേമസ് ആവുകയും പിന്നീട് നമ്മൾക്ക് പഠിക്കാൻ വരാൻ എന്നോണം ലോക ശ്രദ്ധയെ ആകർഷിക്കാനുള്ള കാരണവുമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ എന്താണ് ഇതിന്റെ പ്ലോട്ട്, അല്ലെങ്കിൽ എന്താണ് ഇതിലെ ഒരു ചെറിയ സമ്മറി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം എബൌട്ട് ദ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് ഈ നാടകത്തെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. Top Girls premiered in 1982. Margaret Thatcher, the controversial but commanding Prime Minister of England from 1979 to 1990, was at the height of her power, and her economic policies intended to quell unemployment rates and jolt UK out of a long period of recession were being instituted. അപ്പോൾ ആദ്യം നമ്മളിത് വ്യക്തമായി അറിയണം. അതായത് ഈ നാടകം എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമുക്ക് നാടകത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് കേൾക്കാമെന്നുള്ളത്, അല്ലെ. അതിന് കാരണം എന്ന് വെച്ചാല് ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന ഈ നാടകം പ്രീമിയേർഡ് ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് 1982 1982 ഇനി ഈ കാലത്തിന്റെ പ്രത്യേകത കൂടി അറിയണം. മാർഗരറ്റ് താച്ചർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ വളരെ പ്രശസ്തയായ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്നു മാർഗരറ്റ് താച്ചർ. ദ കോൺട്രവേഴ്സിയൽ, ഒരുപാട് കാര്യങ്ങളിൽ ഒരു വിവാദ നായികയായിരുന്നു മാർഗരറ്റ് താച്ചർ. ബട്ട് കമാൻഡിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട്, ഒരുപാട് വിവാദങ്ങൾക്കും മറ്റു പല കോൺട്രവേഴ്സികൾക്കും കാരണമായിട്ടുണ്ടെങ്കിലും പക്ഷെ അവരെന്തായിരുന്നു? ദ കമാൻഡിങ്, വളരെ ആജ്ഞാശക്തിയുള്ള പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട് ആയിരുന്നു. അതായത് അന്ന് ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നാടകം ഇറങ്ങുന്ന 1982 ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീയാണ്. അവരുടെ പേര് മാർഗരറ്റ് താച്ചർ എന്നാണ്. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും വളരെ ശക്തിയുള്ള അവിടുത്തെ ഉരുക്കു വനിതയായിരുന്നു പ്രൈം മിനിസ്റ്ററായ മാർഗരറ്റ് താച്ചർ. ഇനി ഇവരുടെ ഭരണകാലം എന്ന് പറയുന്നത് 1979 മുതൽ 1990 വരെയാണ്. So 1979 to 1990. ഇനി was at the height of her power, അതായത് ഈ നാടകം ഇറങ്ങുന്നത് 1982 അതായത് നമ്മുടെ മാർഗരറ്റ് താച്ചർ വളരെ ശക്തമായി തന്റെ ഭരണ സിദ്ധാന്തങ്ങൾ, അല്ലെങ്കിൽ തന്റെ ഭരണപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഇംഗ്ലണ്ടില് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അതിന്റെ സ്വാധീനമൊക്കെ ഇംഗ്ലണ്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ആ സമയത്ത്, അതിന്റെ ഹൈറ്റിൽ ഏറ്റവും പീക്ക് ടൈമിലാണ് നമ്മുടെ ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന നാടകം അവിടെ ഇറങ്ങുന്നത്. ഇത് തന്നെയായിരുന്നു ഇതിന് ഏറ്റവും വലിയ സാഹചര്യം എന്ന് നാടകത്തിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ഹർ എക്കണോമിക് പോളിസീസ്, മാത്രമല്ല എക്കണോമിക് പോളിസികളിലൊക്കെ വലിയ മാറ്റം, അവിടുത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ താച്ചർ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അന്നത്തെ ഇംഗ്ലണ്ടിൽ. ഇന്റൻഡഡ് ടു ക്വൽ അൺഎംപ്ലോയ്മെന്റ്, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ആയിരുന്നു. അറിയാലോ, തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി ഇംഗ്ലണ്ടിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇന്റൻഡഡ് ടു ക്വൽ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക, ക്വൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ് ആൻഡ് ജോൾട്ട്. എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവര്? ഈ പറയുന്ന തൊഴിലില്ലായ്മയെ ഇല്ലാതാക്കി. ആൻഡ് ജോൾട്ട് ദ UK, ഇംഗ്ലണ്ടിനെ ഒന്ന് പിടിച്ചു കുലുക്കാൻ തന്നെയായിരുന്നു അവരുടെ ശ്രമം. ഔട്ട് ഓഫ് എ ലോങ് പീരീഡ് ഓഫ് റിസഷൻ, ഒരുപാട് കാലത്തെ മാന്ദ്യം, അല്ലെ, സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യത്തിൽ നിന്ന് ഇംഗ്ലണ്ടിനെ പിടിച്ചു കുലുക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ്, അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കാരൽ ചർച്ചിൽ എന്ന് പറയുന്ന നമ്മുടെ എഴുത്തുകാരി ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന നാടകത്തെ അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോ വലിയ മാറ്റങ്ങള്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തില് സ്വന്തമായിട്ട്, അല്ലെ, അവരുടെ സ്വന്തം അസ്തിത്വം അവര് കയ്യിൽ പിടിക്കണം, ശക്തമായി മുന്നോട്ട് പോകണം, പ്രത്യേകിച്ച് ജോലിയുടെ കാര്യത്തിലൊക്കെ സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നൊക്കെ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഇംഗ്ലണ്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന ഈ നാടകവും മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിൽ ശക്തിയായ ഒരു കേന്ദ്ര കഥാപാത്രത്തെയും തന്റെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി മറ്റ് തടസ്സങ്ങളെയെല്ലാം വേണ്ട എന്ന് വെക്കുന്ന, തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കുടുംബവും
സ്വന്തം മകളും എല്ലാം വരുന്ന രീതിയിൽ എല്ലാ തടസ്സങ്ങളെയും മാറ്റി നിർത്തി തൻ്റെ ജോലിയിലെ, തൻ്റെ സാമ്പത്തിക സ്ഥിതിയിലെ, തൻ്റെ സ്ത്രീ എന്ന രീതിയിലുള്ള ശക്തിയെ അല്ലെങ്കിൽ ആ ജീവിതത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മെർലീൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെയാണ് നമ്മുടെ ഈ നാടകം തന്നെ മുഴുവനായി മുന്നോട്ട് പോകുന്നത്. സോ അന്ന് ഈ താച്ചർ എല്ലാവരെയും പഠിപ്പിച്ച പാഠം തന്നെ എന്താണ്? ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന ആശയമാണ്. ഇൻഡിവിജ്വൽ ചർച്ചിൽ നമ്മുടെ അവിടുത്തെ മാർഗരറ്റ് താച്ചർ എന്ന് പറയുന്ന അന്നത്തെ പ്രൈം മിനിസ്റ്റർ, അവര് തന്നെ എന്ത് ചെയ്യാണ്? ഒരു ശക്തമായ ഉരുക്കു വനിതയായി മുമ്പിൽ നിന്ന് മറ്റെല്ലാവരെയും, പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാവരെയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി വലിയ രീതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. സോ സ്വയം ഈ ഒരു വലിയ ഊർജം എടുത്തുകൊണ്ടാണ് നമ്മുടെ എഴുത്തുകാരി ഇത് എഴുതുന്നതും ഇതിലെ കേന്ദ്ര കഥാപാത്രമായ മെർലിൻ എന്ന് പറയുന്ന അവർക്ക് ഈ പറയുന്ന നമ്മുടെ എഴുത്തുകാരിയുടെ എല്ലാ ആശയങ്ങളും കേന്ദ്ര കഥാപാത്രമായ മെർലിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിലെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞു മെർലീനാണ് നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ എന്താണ് ഇവര്, ആരാണ് ഇവര് എന്നൊക്കെ നമുക്ക് കഥയിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാം. എന്നാലും അതിനു മുമ്പായിട്ട് ദ സെൻട്രൽ പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ടോപ്പ് ഗേൾസ് who has just been promoted to the managing director at the employment agency where she works. അപ്പൊ ഇവര് എവിടെയാണ് ജോലി ചെയ്യുന്നത്? നമ്മുടെ ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന ഈ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് മെർലീന് ഇപ്പോൾ അടുത്തായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. എന്തായി മാറി? മാനേജിംഗ് ഡയറക്ടറായി മാറിയിട്ടുണ്ട്. എവിടെയാണ്? അറ്റ് ദ എംപ്ലോയ്മെന്റ് ഏജൻസി. ഒരു എംപ്ലോയ്മെന്റ് ഏജൻസിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്ന, അല്ലെ, അതായത് മറ്റു പല സ്ഥലങ്ങളിലേക്കും ജോലിക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ ഭാഗമായിട്ട് അതിന്റെ മാനേജിംഗ് ഡയറക്ടറായി പ്രൊമോഷൻ കിട്ടിയിരിക്കുന്ന സമയത്താണ് നാടകം ആരംഭിക്കുന്നത്. വേർ ഷി വർക്ക്സ്, അവൾ വർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ നാടകത്തിന്റെ പേര് എന്താണ്? ആ പേരിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ചോദിച്ചാൽ, ഇവിടെ നമ്മുടെ മെർലിൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം ജോലി ചെയ്യുന്ന ആ ഓഫീസിന്റെ അല്ലെങ്കിൽ ആ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ പേരാണ് ടോപ്പ് ഗേൾസ്. അപ്പോൾ അത് തന്നെ എന്താണ്? അതൊരു വലിയ റിമാർക്കാണ്, അല്ലെ? അത് തന്നെ ഒരു വലിയ അടയാളമായിട്ടാണ് എഴുത്തുകാരി ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഇവര് പല ആളുകളെയും ഇന്റർവ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും മികച്ച ആളുകളെ എന്ത് ചെയ്യാണ്? ജോലിക്ക് മറ്റ് പല ആളുകൾക്ക് വേണ്ട ജോലിക്ക് വേണ്ടി ആളുകളെ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ടോപ്പ് ഗേൾസ്, അല്ലെ, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഗേൾസിനെ ജോലിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഉദ്യമമാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അതിന്റെ മുൻപന്തിയിലേക്കാണ് ഇവിടെ മെർലിൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ നാടകത്തിൽ തന്നെ അത്തരത്തിൽ ഒരുപാട് ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് ജോലിയിലേക്ക് എടുക്കാൻ വേണ്ടി ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പറയുന്ന ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ മറ്റ് ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നാടകത്തിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ അതിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയായിട്ട് മെർലിൻ വരുന്ന സമയത്താണ് നമ്മുടെ നാടകം ആരംഭിക്കുന്നത് എന്ന് തന്നെ പറയാം കേട്ടോ. ഇനി മറ്റ് കാര്യങ്ങളെല്ലാം മെർലിനെ കുറിച്ച് അറിയാൻ നമുക്ക് നാടകത്തിലൂടെ തന്നെ പോവാം. അപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ വ്യക്തതയോടെ നമുക്ക് തെളിയും. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റ് കഥാപാത്രങ്ങൾ എന്നുള്ളതും നാടകം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഇനി ഇവിടെ നാടകം തുടങ്ങുന്ന തുടക്ക ഭാഗത്ത് കംപ്ലീറ്റ്ലി ഒരു സർറിയലിസ്റ്റിക് മോഡ്, അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഇവിടെ നമ്മൾക്ക് റിയാലിറ്റിയോട് അടുത്ത് നിൽക്കാത്ത രീതിയിൽ ഒരു വിചിത്രമായ സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെന്താന്ന് വെച്ചാല് ആദ്യം തന്നെ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ വരുന്ന ആളുകളെല്ലാം നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുടെ എണ്ണം എടുത്താൽ ഇവിടെ ഈ ഡ്രാമയുമായി ബന്ധപ്പെട്ട് കുറേ ഉണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് കാണാം. സോ അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുടെ പേര് എല്ലാം കൂടെ ഇരുന്ന് ഓർത്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു പേരിലല്ല, ഈ നടക്കുന്ന സംഭവങ്ങളിലും നമ്മുടെ എഴുത്തുകാരി എന്തെല്ലാമാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ടെല്ലാം അവർ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ചെറിയൊരു ഊഹം ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. തുടക്ക ഭാഗം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ കുറെ കഥാപാത്രങ്ങൾ ഈ നാടകത്തിൽ വരുന്നത് എന്നുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന ചർച്ചിലിന്റെ ഈ നാടകത്തിന്റെ സമ്മറിയിലേക്ക് പോവാം. മെർലിൻ, എ ലണ്ടൻ ബിസിനസ് വുമൺ, ഹോസ്റ്റ് എ ഡിന്നർ പാർട്ടി at a nice restaurant to celebrate a recent promotion.
അപ്പൊ നമ്മുടെ നാടകം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എന്നാൽ നോക്കാം. മെർലീൻ. മെർലീൻ ആണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. എ ലണ്ടൻ ബിസിനസ് വുമൺ. ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഒരു ബിസിനസ് വുമൺ ആണ് മെർലീൻ. ഹോസ്റ്റ് എ ഡിന്നർ പാർട്ടി. അപ്പോ നാടകത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഡിന്നർ പാർട്ടിയാണ്. അറ്റ് എ നൈസ് റെസ്റ്റോറന്റ്, വളരെ പോർഷ് ആയിട്ടുള്ള, ഗംഭീരമായിട്ടുള്ള, നൈസ് ആയിട്ടുള്ള, ഭംഗിയുള്ള ഒരു റെസ്റ്റോറന്റിലാണ് ആരംഭിക്കുന്നത്. എന്തിനാണ് ഇവിടെ പാർട്ടി നടക്കുന്നത്? ടു സെലിബ്രേറ്റ് എ റീസെന്റ് പ്രൊമോഷൻ. അടുത്ത് കിട്ടിയ ഒരു പ്രൊമോഷൻ അല്ലെ, അതിന്റെ ആ ഒരു വലിയ സെലിബ്രേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെർ ഗസ്റ്റ് ആർ നോട്ട് ഫ്രണ്ട്സ്. ഇനി ഏറ്റവും വിചിത്രമായ കുറെ കാര്യങ്ങളും കഥാപാത്രങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാ ഇനി ശ്രദ്ധിച്ചോളൂ. ഹെർ ഗസ്റ്റ്, ഈ ആദ്യ ഭാഗത്ത് നടക്കുന്ന ഈ സെലിബ്രേഷന് പ്രൊമോഷൻ കിട്ടിയതാണ് അല്ലെ. പ്രൊമോഷൻ കിട്ടിയിട്ട് ഇവർ കുറെ ആൾക്കാർക്ക് പാർട്ടി കൊടുക്കുകയാണ്. അപ്പൊ ഈ പാർട്ടി കൊടുക്കുമ്പോൾ സാധാരണയായിട്ട് ആരൊക്കെയാ വരിക? ഒന്നെങ്കിൽ ഓഫീസിലെ എല്ലാവരെയും നമ്മൾ വിളിക്കും, അതുപോലെ കുടുംബത്തിലെ എല്ലാവരെയും വിളിക്കും പ്രൊമോഷൻ പാർട്ടി ഒക്കെ നടത്തുമ്പോൾ അല്ലെ. എന്നാൽ ഇത് അത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ പാർട്ടി അല്ല. വളരെ വിചിത്രമായ, വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ പാർട്ടിയോട് കൂടിയാണ് ഈ നാടകം ആരംഭിക്കുന്നത്. ഹെർ ഗസ്റ്റ് ആർ നോട്ട് ഫ്രണ്ട്സ്. അവര് വിളിച്ചിരിക്കുന്ന ഗസ്റ്റ് അല്ലെ, ഗസ്റ്റ് ഈ പറയുന്ന അതിഥികൾ എന്തല്ല? സുഹൃത്തുക്കളല്ല. ഫാമിലി മെമ്പേഴ്സ്, കുടുംബത്തിലെ അംഗങ്ങളുമല്ല. ഓർ കോ വർക്കേഴ്സ്, കൂടെ ജോലി ചെയ്യുന്നവരുമല്ല. ഹൗഎവർ ദേ ആർ വിമൻ പ്ലക്ഡ് ഫ്രം ഹിസ്റ്ററി. പിന്നെ അത് ആരാണ്? സാധാരണയായിട്ട് വരുന്ന ഈ ആളുകളൊന്നും പ്രോഗ്രാമിനില്ല, പകരം വേറെ കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. ആരാണത്? ദേ ആർ വിമൻ. ഒരുപാട് സ്ത്രീകളാണ് ആ പാർട്ടിക്ക് വന്നിരിക്കുന്നത്. ഇവരൊക്കെ ആരാ? പ്ലക്ഡ് ഫ്രം ഹിസ്റ്ററി. ചരിത്രത്തിൽ നിന്ന് എടുത്ത, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പിഴുതെടുത്ത, പറിച്ചെടുത്ത കുറെ ചരിത്രത്തിലുള്ള കുറെ സ്ത്രീകളെയാണ് ഇവർ വിളിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായി പാടിപ്പുകഴ്ത്തപ്പെട്ട എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും കിട്ടിയ ചരിത്ര യുവതികളെ അല്ല, അല്ലെങ്കിൽ സ്ത്രീ അല്ല ഇവൾ വിളിച്ചിരിക്കുന്നത്. ഇനി ചരിത്രത്തിന് മാത്രമല്ല കേട്ടോ, ഫ്രം ഹിസ്റ്ററി, ആർട്ട് ആൻഡ് മിത്ത്. ചരിത്രത്തിൽ നിന്നുള്ളവരുണ്ട്, കലാപരമായ കഴിവുകളുള്ള ആ ഒരു മേഖലയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. നോക്കാം. മിത്ത്, ഐതിഹ്യങ്ങളിൽ നിന്ന്, വിശ്വാസങ്ങളിൽ നിന്ന്, അങ്ങോട്ടൊക്കെ അവിടുന്ന് ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. എമംഗ് ദം ആർ, അതിൽ തന്നെ ഏറ്റവും ആദ്യത്തേതായിട്ട് പറയുന്നത്, നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ ആള് ആർ ഇസബെല്ല ബേർഡ്. അതിൽ ഒന്നാമത്തെ കഥാപാത്രം ഇസബെല്ല ബേർഡ് ആണ്. എ 19th century റൈറ്റർ. വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളല്ല വരുന്നത് കേട്ടോ. ഈ ആൾക്കാരൊക്കെ ആരൊക്കെയാണെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ഈ നാടകത്തിന്റെ തുടക്കത്തിൽ ഈ സെലിബ്രേഷൻ ഇടയിൽ കൂടെ സംസാരിക്കുന്നുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരൊക്കെയാണ് എന്നുള്ളത്. എ 19th century റൈറ്റർ, 19ാം നൂറ്റാണ്ടിലെ ഒരു എഴുത്തുകാരിയും എക്സ്പ്ലോറർ അല്ലെ, ഒരു എക്സ്പ്ലോറർ ആയിട്ടുള്ള, ഒരുപാട് പുതിയ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കുകയും പുതിയ സ്ഥലങ്ങൾ തേടിപ്പോവുകയും ചെയ്യുന്ന ഒരാളെ, നാച്ചുറലിസ്റ്റ്, ഒരു പ്രകൃതി സ്നേഹിയും കൂടി ആയിട്ടുള്ള ഇസബെല്ല ബേർഡ് ആണ് ആദ്യത്തെ ആളായിട്ട് വരുന്നത്. അവരൊന്നും ഈ കാലത്ത് ജീവിക്കുന്നവരല്ല, 19th century ജീവിച്ച ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ സർ റിയലിസം അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈപ്പർ റിയലിസം വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും വിചിത്രമായി നമുക്ക് തോന്നും. പക്ഷെ ഇതുകൊണ്ടെല്ലാം അവര് പല കാര്യങ്ങളും പല സംഭവങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ. ചരിത്രത്തിലെ ഈ ലേഡീസിനെ എല്ലാം വിളിച്ചു വന്നിരിക്കുന്നത് പ്രത്യേക കാരണമുണ്ട്. എന്ന് വെച്ച് നാടകം മുഴുവൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. കംപ്ലീറ്റ്ലി ഒരു റിയലിസ്റ്റിക് മോഡിൽ പോകുന്ന നാടകമാണ്. പക്ഷെ ഇവിടെ വിചിത്രതകൾ ഉണ്ട്, ചില ഡിഫറൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. ലേഡി നിജോ, എ 13th century concubine who became a wandering Buddhist nun after she fell out of favor at court. അപ്പോ അടുത്ത ആളും ഇതുപോലെ എന്താണ്, വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരാളാണ്. അതായത് ഒരേ കാലഘട്ടത്തിലെ ആള് പോലുമല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പുള്ളത്. ആരാണ്? പേരെന്താ? ലേഡി നിജോ. എ 13th century, 13ാം നൂറ്റാണ്ടിലെ ഒരു കഥാപാത്രമാണ്. കോൺക്യൂബൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് മിസ്ട്രസ് അല്ലെ, മിസ്ട്രസ് ആയിട്ടുള്ള, വിവാഹമൊന്നും കഴിക്കാതെ കൂടെ ജീവിക്കുന്ന സ്ത്രീയാണ് ഇവിടെ എന്ത് പറയുന്നത്, കോൺക്യൂബൈൻ എന്നൊക്കെ പറയുന്നത്. ഹു ബിക്കെയിം എ വാണ്ടറിംഗ് ബുദ്ധിസ്റ്റ്. അവരിപ്പൊ എന്തായി മാറിയിട്ടുണ്ട്? ഒരു വാണ്ടറിംഗ്, അലഞ്ഞുതിരിയുന്ന ഒരു ബുദ്ധിസ്റ്റ്, അത്തരത്തിൽ ബുദ്ധിസ്റ്റ് നണ്ണാണ് അല്ലെ, ഒരു സന്യാസി വരിയായി മാറിയിട്ടുണ്ട്. ആഫ്റ്റർ ഷീ ഫെൽ ഔട്ട് ഓഫ് ഫേവർ അറ്റ് കോർട്ട്, അതായത് പല കഥകളിൽ നിന്നും
അങ്ങനെയൊക്കെ വരുന്ന കഥാപാത്രങ്ങളാണ്. ഇത് ചരിത്രത്തിൽ നിന്നുള്ള സംഭവം തന്നെയായിട്ടാണ് പറയുന്നത്. പക്ഷെ ഒരു പ്രത്യേക സ്ഥലത്തുള്ളതല്ല. ഇവിടെ നിജോ എന്നൊക്കെ പറയുന്നത് ഒരു ഏഷ്യൻ, ഈ പറയുന്ന പോലെ ജപ്പാൻ ഭാഗത്തു നിന്നൊക്കെയുള്ള അത്തരത്തിൽ ബുദ്ധിസ്റ്റ് നണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇംഗ്ലണ്ട് നാടകത്തിൽ, ഒരു ഇംഗ്ലീഷ് നാടകത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് ലോകത്തിലെ നാനാ ഭാഗത്തുമുള്ള ആളുകളെ ഇവർ എടുക്കുകയാണ്. അതിൽ നിന്ന് ചില ആളുകളെ സെലക്ട് ചെയ്ത് ചില കഥാപാത്രങ്ങളെ വരുത്തുകയാണ് ഇതിന്റെ ഈ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ സന്തോഷം അറിയിക്കാൻ കൂടി വേണ്ടിയിട്ട് ഇവരൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഡൽ ഗ്രെറ്റ്. മറ്റൊരാളാണ് ഡൽ ഗ്രെറ്റ്. ധാരാ ദ സബ്ജക്ട് ഓഫ് എ ഫ്ലെമിഷ് റിനൈസൻസ് പെയിന്റിംഗ് ബൈ പീറ്റർ ബ്രൂഗൽ ദ എൽഡർ. അപ്പോ ഇതെന്താ സംഭവം? അടുത്തൊരു കഥാപാത്രം വളരെ വിചിത്രമാണ്. മറ്റൊന്ന് ഡൽ ഗ്രെറ്റ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ദ സബ്ജക്ട് ഓഫ് എ ഫ്ലെമിഷ് റിനൈസൻസ് പെയിന്റിംഗ്. ഇത് ആരാണ്? ഈ കഥാപാത്രം ആരാ? ഒരു ചിത്രത്തിൽ ഉള്ള കഥാപാത്രമാണ്. അതായത് ഫ്ലെമിഷ് പെയിന്റർ ആയിട്ടുള്ള, റിനൈസൻസ് എഴുത്ത് അല്ലെങ്കിൽ ചിത്രകാരനായിട്ടുള്ള പീറ്റർ ബ്രൂഗേൽ ദ എൽഡറിന്റെ ഒരു ചിത്രം വരച്ചിരിക്കുന്ന കഥാപാത്രമാണ് അതിന് ഡൽ ഗ്രെറ്റ് എന്ന് പറയുന്നത്. ഈ ഡൽ ഗ്രെറ്റ്, അതായത് നമ്മുടെ മൊണാലിസയൊക്കെ പോലെ ഒരു ചിത്രത്തിലെ കഥാപാത്രം അല്ലെ, ആ അത്തരത്തില് സാങ്കല്പികമായിട്ടുള്ള ഒരു കഥാപാത്രവും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പാർട്ടിക്ക് വന്നിട്ടുണ്ട്. അടുത്ത ആള് പോപ്പ് ജുവാൻ വന്നിട്ടുണ്ട്. എ വുമൺ ഹു ഡിസ്ഗൈസ്ഡ് ഹെർസെൽഫ് ആസ് എ മാൻ ആൻഡ് വാസ് അപ്പോയിന്റഡ് പോപ്പ് ഇൻ മിഡിൽ ഏജസ്. ഇത് അടുത്തൊരു കഥാപാത്രമാണ്. വിമൺ ഹു ഡിസ്ഗൈസ്ഡ് ഹെർസെൽഫ് ആസ് എ മാൻ, ഒരു പുരുഷന്റെ രീതിയിൽ ഡിസ്ഗൈസ് ചെയ്ത് വേഷം മാറി, വാസ് അപ്പോയിന്റഡ് പോപ്പ് ഇൻ ദ മിഡിൽ ഏജസ്. മിഡിൽ ഏജസിലെ പോപ്പായി സ്ഥാനാരോഹണമൊക്കെ കിട്ടിയ പോപ്പ് ജുവാൻ. ഇനി അടുത്തത് എ പേഷ്യന്റ് ഗ്രിസെൽഡ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രം. എ ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറീസ് ഓഫ് ബൊക്കാക്കിയോ ആൻഡ് ചൗസർ. ബൊക്കാക്കിയോയുടെയും ചൗസറിന്റെയൊക്കെ കഥയിലെ കഥാപാത്രമായിട്ടുള്ള പേഷ്യന്റ് ഗ്രിസെൽഡ എന്ന് പറയുന്ന കഥാപാത്രവും വന്നിട്ടുണ്ട്. Whose obedience to her husband in the face of horrible mistreatment made her the stuff of legend. ഇനി ഇവരെ ലെജൻഡ് ആക്കിയത് ആരാ? ഇതൊരു നോട്ടായിട്ട് പറയാണ് കേട്ടോ. ഈ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം ചരിത്രത്തിലെ ഏറ്റവും മികച്ച, എല്ലാവരാലും വളരെ സന്തോഷത്തിൽ മുന്നിൽ കൊണ്ടുപോയ, അല്ലെങ്കിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച കഥാപാത്രങ്ങളല്ല. പകരം മറിച്ച് ഒരുപാട് സഹനത്തിന്റെയും സ്ത്രീ എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നതിന്റെയും, അല്ലെങ്കിൽ സ്ത്രീയെ അടിച്ച് ഒരു മൂലക്കൽ ഒതുക്കുന്നതിന്റെയും ഭാഗമായിട്ടുണ്ടായിരുന്ന കഥാപാത്രങ്ങളാണ്. അതിലൊരു നോട്ടായിട്ട് തന്നെ അവസാനത്തെ കഥാപാത്രത്തെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ ഗ്രിസെൽഡ ബൊക്കാക്കിയുടെയും ചൗസറിന്റെയും കഥയിൽ വരുന്ന കഥാപാത്രമാണ്, അല്ലെങ്കിൽ പോയട്രിയിലൊക്കെ വരുന്ന കഥാപാത്രമാണ്. ഹൂസ് ഒബീഡിയൻസ്, വളരെ അനുസരണാശീലമുള്ള സ്ത്രീ. ഈ അനുസരണാശീലമുള്ള സ്ത്രീ എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വ സമൂഹം അടിച്ചേൽപ്പിച്ചിട്ടൊരു ടാഗാണ് അല്ലെ. അവര് എഴുത്തുകളിലൂടെ ഇത്തരത്തിൽ നല്ല സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. പക്ഷെ ഈ നല്ലത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അത്തരത്തിലാണ് അതിനെല്ലാം നന്നാക്കി മാറ്റിയിട്ടുള്ളത്. അതല്ലാതെ സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യുക, അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ്. സോ ഗ്രിസെൽഡയുടെ പ്രത്യേകത ഹൂസ് ഒബീഡിയൻസ്, വളരെ അനുസരണാശീലമുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ ഗ്രിസെൽഡ. ഹൂസ് ഒബീഡിയൻസ് ടു ഹർ ഹസ്ബൻഡ് ഇൻ ദ ഫേസ് ഓഫ് ഹൊറിബിൾ മിസ്ട്രീറ്റ്മെന്റ്, വളരെ മോശമായിട്ടുള്ള രീതിയിൽ, വളരെ ഹൊറിബിൾ ആയിട്ടുള്ള രീതിയിൽ മിസ്ട്രീറ്റ്മെന്റ്, മോശമായി പെരുമാറുന്ന ഭർത്താവിനോട് അങ്ങോട്ട് മാന്യമായി പെരുമാറുക, വളരെ ഒബീഡിയന്റ് ആയിട്ട് നിൽക്കുക, വളരെ അനുസരണാശീലമുള്ളതായിട്ട് നിൽക്കുന്ന കഥാപാത്രമാണ് ഇവർ. അങ്ങനെയാണ് നമ്മുടെ ഈ സ്ത്രീ കഥാപാത്രമായ ഗ്രിസെൽഡ ഒരു ലെജൻഡായി, വളരെ ഫേമസ് ആയിട്ടുള്ള കഥാപാത്രമായി മാറുന്നത്. അങ്ങനെ ഈ കഥാപാത്രങ്ങളൊക്കെയാണ് എവിടെയുള്ളത്? ഈ ഡിന്നർ പാർട്ടിക്ക് പ്രൊമോഷന് വേണ്ടി നടത്തുന്ന പ്രൊമോഷൻ കിട്ടിയതിന്റെ ഭാഗമായി മെർലിൻ നടത്തുന്ന ഈ പാർട്ടിയിൽ വന്നിരിക്കുന്നത് ചരിത്രത്തിലെയും മിത്തിലെയും ആർട്ടിലെയും ഒക്കെ കഥാപാത്രങ്ങളാണ്. As the dinner party unfolds, അങ്ങനെ ഗംഭീരമായി ആ പാർട്ടി ആരംഭിക്കുന്നു. The women eat ravenously, സ്ത്രീകളൊക്കെ ഗംഭീരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കഴിക്കുന്നുണ്ട്. വളരെ സ്വാതന്ത്ര്യത്തോടെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ ആഹ്വാനമാണ് അല്ലെ. തുടക്കത്തില് ഒരു പാർട്ടി നടക്കുന്നു, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഒരു സ്ത്രീയുടെ പ്രൊമോഷന്റെ, അതായത് ജോലിയിൽ കിട്ടിയ പ്രൊമോഷന്റെ സന്തോഷം, അതിന് ഭാഗമായിട്ട് നടക്കുന്ന പാർട്ടി.
ഈ വന്നിരിക്കുന്നതെല്ലാം ചരിത്രത്തിലെ കഥാപാത്രങ്ങൾ, എന്നാൽ ചരിത്രത്തിൽ എല്ലാവരാലും ഒതുക്കപ്പെട്ട കഥാപാത്രങ്ങൾ. അവരെല്ലാവരും ഈ പാർട്ടിക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈറ്റ് റാവനസ്ലി, ആർത്തിയോടെ. അതായത് ഇവിടെ പുരുഷന്മാരില്ല അല്ലെ, അതുകൊണ്ട് തന്നെ പുരുഷ മേധാവിത്വ സമൂഹത്തില് ഭക്ഷണം കഴിക്കാൻ പോലും ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. വളരെ ആർത്തിയോടെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഗ്രോ ഡീപ്ലി ഇൻടോക്സിക്കേറ്റഡ്, മാത്രമല്ല ഗ്രോ ഡീപ്ലി, വളരെ അമിതമായ രീതിയിൽ അവരെന്ത് ചെയ്യുന്നു? ഇൻടോക്സിക്കേറ്റഡ് ആവുന്നു. മദ്യവും ഒക്കെ ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരെന്ത് ചെയ്യുന്നു? വലിയ ലഹരിയിൽ ആണ്ടുപോകുന്നു. And talk over one another as they share the stories of their often painful lives. ഇനി എന്ത് ചെയ്യുന്നു? ഓരോരുത്തരായി അവരുടെ കഥകൾ പറയുന്നു. അറിയാലോ, നമ്മളിപ്പോ ഈ പറഞ്ഞല്ലോ ചെറു സംഭവങ്ങളെല്ലാം. ഇത്തരത്തിൽ ഓരോരുത്തർക്കും അവരുടെ കാലത്ത് നടന്നിരുന്ന അവരെന്താണ് സമൂഹം ചെയ്തത്, അവരെങ്ങനെയാണ് അല്ലെ ഇല്ലാണ്ടായത്. ഇവരെല്ലാവരും ഫേമസ് കഥാപാത്രങ്ങളാണ്. ബട്ട് ഒന്നും എന്തല്ല, ലെജൻഡുകൾ ആവുന്നത് എങ്ങനെയാണ്? പുരുഷ മേധാവിത്വ സമൂഹത്തിൽ ഒതുക്കപ്പെട്ടത് കൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എന്ത് ചെയ്യുന്നു? അവരുടെ കഥകൾ ഷെയർ ചെയ്യുന്നു. പെയിൻഫുൾ ലൈഫ്സ് ഓഫൺ, നമുക്കറിയാലോ, പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല, അവരുടെ വേദനാജനകമായ ജീവിതത്തെക്കുറിച്ച് അവരെല്ലാവരും വിവരിക്കുന്നു. ദ വിമൻ ഡിസ്കസ് മദർഹുഡ്. ഇനി എന്തൊക്കെ ടോപ്പിക്കിനെ കുറിച്ചാണ് അവരുടെ ചർച്ച നടക്കുന്നതെന്ന് അറിയോ? വിമൻ ഡിസ്കസ് മദർഹുഡ് പറ്റി പറയുന്നുണ്ട്. ലവ്, സ്നേഹത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അബ്യൂസ്, പീഡനങ്ങളെയും മാനഹാനികളെ കുറിച്ച്. ആൻഡ് ഡിസപ്പോയിന്റ്മെന്റ്, ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയ ഡിസപ്പോയിന്റ്മെന്റുകളെ കുറിച്ചും അവർ ചർച്ച ചെയ്യുന്നു. ആൻഡ് ആസ് സ്ട്രിക്കിംഗ്ലി സിമിലർ കോയിൻസിഡൻസസ് എമർജ്, ഇറ്റ് ബിക്കംസ്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലരുടെയും ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? സ്ട്രൈക്കിംഗ്ലി സിമിലർ കോയിൻസിഡൻസസ്, അതായത് വളരെ സിമിലർ ആയിട്ടുള്ള, അതായത് ഒരാളുടെ കഥ പറയുമ്പോൾ വേറൊരു നൂറ്റാണ്ടിലുള്ള കഥാപാത്രമാണ് അപ്പുറത്ത് കേൾക്കുന്നത്. അപ്പൊ അവരും പറയുന്നത് എന്താണ്? ഇതൊക്കെ തന്നെയാണ് എന്റെയും കഥ. അപ്പൊ വേറൊരാൾ പറയുന്നു, ഇതാണ് എനിക്കും. ഓരോരുത്തരും ഓരോ നൂറ്റാണ്ടില, 13ാം നൂറ്റാണ്ടിലെ ആളുണ്ട്, 20 19 ആളുകളുണ്ട്, സോ അതിനേ മുൻപുള്ള ആളുകളുണ്ട്. അപ്പൊ ഈ പല പല നൂറ്റാണ്ടുകളിലുള്ള ഈ ആൾക്കാർ അവരുടെ കഥ പറയുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. സ്ട്രൈക്കിംഗ്ലി സിമിലർ കോയിൻസിഡൻസസ് എമർജ്, എല്ലാവർക്കും ലൈഫിൽ ഒരേ കോയിൻസിഡൻസ്, അത് തന്നെ എനിക്കും, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എനിക്കും. അങ്ങനെ അതായത് കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഇവിടെ സ്ത്രീ അനുഭവിക്കുന്നത് ഒരേ പ്രശ്നമാണ് എന്ന ചർച്ച ഇവിടെ തുടങ്ങി വെക്കുന്നു എന്ന് നമുക്ക് കാണാം, അല്ലെ? ഇറ്റ് ബിക്കംസ് ക്ലിയർ ദാറ്റ് all of these women's sufferings stem from the crushing violence of a life lived on the terms of the patriarchy. അങ്ങനെ ഈ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എല്ലാവരും എത്തും. എന്താണ്? ഇറ്റ് ബിക്കംസ് ക്ലിയർ, വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ദാറ്റ് ആൾ ഓഫ് ദീസ് വിമൻ, ഈ വന്നിരിക്കുന്ന എല്ലാ സ്ത്രീകളും, സഫറിങ്, അവരുടെ എല്ലാവരുടെയും സഹനത്തിന്റെ, വിമൻസ് സഫറിങ്സ്, അവരുടെ എല്ലാവരുടെയും സഹനത്തിന്റെ, സങ്കടത്തിന്റെ കാരണം, സ്റ്റെം ഫ്രം, അത് ഉത്ഭവിക്കുന്നത്, സ്റ്റെം ഫ്രം ദ ക്രഷിംഗ് വയലൻസ്, തീർച്ചയായിട്ടും എന്താണ്? അവരെ എല്ലാവരെയും ഞെരുക്കിയ, പിടിച്ച് അമർത്തിയ, ഞെരുക്കി കളഞ്ഞ വയലൻസ് ആണ്, അല്ലെ? അവരുടെ ഹിംസയാണ്, അവർക്ക് നേരെ ഉണ്ടായ അറ്റാക്കാണ്. ഓഫ് എ ലൈഫ് ലീവ്ഡ്, അതായത് ഒരു ജീവിതകാലം മുഴുവൻ അവർ കഷ്ടപ്പെട്ട് അനുഭവിച്ച് മുന്നോട്ട് പോവാണ്. എന്തിൽ നിന്നാണ്? ഓൺ ദ ടേംസ് ഓഫ് ദ പാട്രിയാർക്കി, പാട്രിയാർക്കിയിൽ നിന്നാണ്. ദാറ്റ് മീൻസ് എന്താണ് പാട്രിയാർക്കി? അല്ലെ, പുരുഷ മേധാവിത്വ സമൂഹത്തിനെയാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. പിതാവിന്റെ ആ ഒരു അധീനതയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം. അത്തരത്തിൽ പുരുഷ മേധാവിത്വ സമൂഹത്തിൽ ഞെരിഞ്ഞമർന്നു പോകുന്ന പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എല്ലാത്തിൻ്റെയും ഉത്ഭവം ഇത് തന്നെയാണ് എന്ന് നൂറ്റാണ്ടുകൾ വ്യത്യാസമുള്ള ഈ കഥാപാത്രങ്ങളെല്ലാം ഒരുമിക്കുമ്പോഴും അവർക്ക് മനസ്സിലാകുന്നതോടുകൂടിയാണ് ഈ നാടകം ആരംഭിക്കുന്നത്. അതായത് നാടകത്തിന്റെ തുടക്ക ഭാഗത്ത് ഇത്തരത്തിലുള്ള വിചിത്രമായ ഒരു പാർട്ടിയാണ് കാണുന്നത്. പക്ഷെ അത് അവതരിപ്പിക്കപ്പെടുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് എന്നുള്ളതാണ് ഈ നാടകത്തിന്റെ പ്രത്യേകത കേട്ടോ. ഇവരൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ചുറ്റും കാണുന്ന കഥാപാത്രങ്ങളെ പോലെ നമുക്ക് തോന്നും, ലോകത്തിന്റെ മറ്റ് പലയിടങ്ങളിലെ പോലെ തോന്നും. ഈ വന്നിരിക്കുന്നതൊക്കെ ചരിത്രത്തിലെ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഇന്നും ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ എന്ന രീതിയിൽ കാണും. സോ ഇനി മാറേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള ഒരു വലിയ ആഹ്വാനമായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇതുമായി മുന്നോട്ട് പോകുന്നത്. The following Monday, Merlin is back at her job at the Top Girls Employment Agency. അങ്ങനെ ആദ്യത്തെ ആ ഭാഗം, ആ ഒരു വലിയ പാർട്ടി അവിടെ അവസാനിക്കുന്നു. ഇനി ബാക്കി മുന്നോട്ട് പോകുന്നത് അടുത്ത ദിവസം അല്ലെങ്കിൽ മൺഡേ. അപ്പോൾ
ഒരു വലിയ പാർട്ടി കഴിഞ്ഞ് ഒരു അവധി ദിവസം കഴിഞ്ഞ് വരുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. ദ ഫോളോയിങ് മൺഡേ, അടുത്ത മൺഡേയിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓഫീസ് ആരംഭിക്കുന്നു. മെർലിൻ ഈസ് ബാക്ക് അറ്റ് ഹർ ജോബ്. മെർലിൻ തന്റെ ജോലിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. വീണ്ടും നമ്മൾ റിയലിസ്റ്റിക് ലോകത്തേക്ക് വരുന്നു. ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി കാണുന്നത് മെർലിന്റെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. മെർലിൻ ഈസ് ബാക്ക് അറ്റ് ഹർ ജോബ്. മെർലിൻ ജോലിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അറ്റ് ദ ടോപ്പ് ഗേൾസ് എംപ്ലോയ്മെന്റ് ഏജൻസി. എവിടെയാണ് മെർലിൻ ജോലി ചെയ്യുന്നത്? ടോപ്പ് ഗേൾസ് എംപ്ലോയ്മെന്റ് ഏജൻസി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. അവിടെയാണല്ലോ നമുക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടിയത്, ഓർമ്മയില്ലേ? ഇനി ഇന്റർവ്യൂയിങ് എ വുമൺ നെയ്മഡ് ജീനി who hopes to be placed in a job that will pay more money and offer more opportunity for advancement. അപ്പോൾ ഇന്റർവ്യൂസ് ആണ്. ഇവിടെ കുറെ സ്ത്രീകൾ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യും. എന്തിനാ? ടോപ്പ് ഗേൾസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? നന്നായി ജോലി ചെയ്യുന്ന, കഴിവുള്ള, മുന്നോട്ട് പോകാൻ കഴിയുന്ന ടോപ്പ് ഗേൾസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഇന്റർവ്യൂകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മെർലിൻ ഇപ്പൊ മാനേജിംഗ് ഡയറക്ടറാണ്, വലിയ ഇന്റർവ്യൂ ബോർഡിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയാണ്, അല്ലെ? അപ്പൊ അവിടെ ഇന്റർവ്യൂ നടക്കുന്നതായിട്ടാണ് നമ്മൾ പിന്നീട് കാണുന്നത്. എ വുമൺ നെയ്മഡ് ജീനി. ജീനി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഹു ഹോപ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ജോബ്. അവർക്കൊരു ജോലി വേണം. ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇത്തരം ഒരു എംപ്ലോയ്മെന്റ് ഏജൻസിയിൽ ആളുകൾ വരുന്നുണ്ടാവുക. സ്ത്രീകളാണ് ഇവിടെ വരുന്നത്. ജോബ് ദാറ്റ് വിൽ പേ മോർ മണി. അവർക്ക് എന്ത് വേണം? കൂടുതൽ മണി, അല്ലെ? സാമ്പത്തികമായിട്ട് ഉന്നമനം വേണം. അപ്പൊ അത് ലഭിക്കുന്നില്ല എന്നർത്ഥം ഇവർക്ക്. ആൻഡ് ഓഫർ മോർ ഓപ്പർച്യൂണിറ്റി. കുറച്ചും കൂടെ അവസരങ്ങൾ വേണം. ഫോർ അഡ്വാൻസ്മെന്റ്. എന്തിനാ? അതായത് മുകളിലേക്ക് കയറാൻ, തനിക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാനും അത്തരത്തിലൊക്കെ പറ്റുന്ന കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ജീനി വന്നിരിക്കുന്നത്. സോ ഇതൊന്നും ആ കാലത്തും, അല്ലെ, നമ്മുടെ 20-ാം നൂറ്റാണ്ടിലും സ്ത്രീക്ക് ലഭിക്കുന്നില്ല എന്നത് കൂടിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെൻ ജീനി റിവീൽസ് ദാറ്റ് ഷീ ഈസ് സേവിങ് മണി ഫോർ എ വെഡിങ്. അപ്പോ ജീനിയെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുകയാണല്ലോ, ഇങ്ങനെ കൂടുതലായിട്ട് പറയുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് കുറച്ചും കൂടെ ഒരു ഉന്നമനം വേണം, മാത്രമല്ല എനിക്ക് ജോലിയിലും കുറച്ചൊക്കെ മുകളിലേക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു ജോലി വേണം, അതിന് വേണ്ടിയിട്ടൊരു ജോലിക്കാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നു. എന്തിനാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ സാമ്പത്തിക സ്ഥിതി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ വെൻ ജീനി റിവീൽസ്, അപ്പൊ ജീനി പറയുന്നു, ആ ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി പറയുന്നു, ദാറ്റ് ഷീ ഈസ് സേവിങ് മണി ഫോർ എ വെഡിങ്. തന്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് ആണ് താൻ പണം എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരുക്കൂട്ടി വെക്കുന്നതെന്ന് അവർ പറയുന്നു. സോ ഇറ്റ്സ് എ ലാസ്റ്റ്. അവസാനം എല്ലാം എങ്ങോട്ടാണ് എത്തുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലെ? അവസാനം കല്യാണത്തിലേക്കും പിന്നെ ഒരു പുരുഷനിലേക്കും അത്തരത്തിലേക്കും. പക്ഷെ ഇതൊരു പുതിയ കാലത്തിന്റെ ചിന്ത തന്നെയാണ്. സ്വന്തമായ പൈസ കൊണ്ട്, അല്ലെ, സ്വന്തമായി അധ്വാനിച്ച് ഒരു ജോലി കിട്ടി കല്യാണം സ്വന്തമായി നടത്തുക എന്നൊക്കെ പറയുന്ന ഒരു തീർച്ചയായിട്ടും അത് വലിയൊരു റിമാർക്കാണ്, വലിയൊരു നോട്ട് തന്നെയാണ്. സോ അത്തരത്തില് കല്യാണത്തിന് വേണ്ടിയിട്ടാണ് താൻ ഇത്തരത്തിൽ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുന്നതെന്ന് അവർ പറയുന്നു. മെർലിൻ ഡിസ്കറേജസ് ഹെർ ഫ്രം ഷെയറിംഗ് ഹെർ പ്ലാൻസ് വിത്ത് എനി പ്രോസ്പെക്റ്റീവ് എംപ്ലോയേഴ്സ്. പക്ഷേ അപ്പോൾ മെർലിൻ, ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്നത് മെർലിൻ ആണല്ലോ, പക്ഷെ മെർലിൻ അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ്. കല്യാണം കഴിക്കുന്നതിൽ നിന്നല്ല, ഫ്രം ഷെയറിംഗ് ഹെർ പ്ലാൻസ്. ഈ ഒരു പ്ലാന്, അതായത് തനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഉന്നമനം, ഈ പറയുന്ന സാമ്പത്തിക സ്ഥിതിയൊക്കെ ജോലി നോക്കുന്നത് എന്ന കാര്യം നീ എന്ത് ചെയ്യരുത്, ഈ പറയുന്ന പ്രോസ്പെക്റ്റീവ് എംപ്ലോയേഴ്സിനോട്, എന്ന് വെച്ചാൽ വളരെ ദീർഘവീക്ഷണമുള്ള തൊഴിലുടമയോട്. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിലുടമ, തൊഴിൽ നമുക്ക് തരുന്ന ആള്. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ ദീർഘവീക്ഷണം ഉണ്ടാവും. ഓരോ കമ്പനികൾക്കും എന്തുണ്ടാവും, അവരെ കമ്പനി എങ്ങോട്ടേക്കാണ് വളരാൻ പോകുന്നത്, അവർക്ക് എങ്ങനത്തെ ആളുകളാണ് വേണ്ടത് എന്നൊക്കെ ചിന്തയുണ്ടാവും. അപ്പൊ അത്തരത്തില് വളരെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ദീർഘവീക്ഷണമുള്ള എംപ്ലോയേഴ്സിനോട്, തൊഴിലുടമകളോട് എന്ത് ചെയ്യരുത്, തന്റെ പ്ലാൻ, മാരേജിലേക്കാണ് താൻ പോകുന്നത്, ആ ഒരു പ്ലാനിന് വേണ്ടിയിട്ടാണ് ഈ ഉന്നമനത്തിനൊക്കെ ശ്രമിക്കുന്നത് എന്ന് എന്ത് ചെയ്യരുത്, വെളിപ്പെടുത്തരുത് എന്ന് എന്ത് ചെയ്യുന്നു, മെർലിൻ ഉപദേശിക്കുന്നു. ആസ് ഹെർ പ്രിപ്പറേഷൻ ഫോർ എ റോൾ ആസ് എ വൈഫ് ആൻഡ് ostensibly എ മദർ വിൽ ഹേർട്ട് ഹെർ ചാൻസസ് ഫോർ ഗെറ്റിംഗ് ഹൈഡ്. അപ്പൊ എന്താണ് കാരണമായിട്ട് പറയുന്നത്? താൻ വിവാഹം കഴിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നീ മറ്റുള്ള മുതലാളി ഈ പറയുന്ന ഇന്റർവ്യൂവിലൊക്കെ നടക്കുന്ന സമയത്ത് കൂടുതൽ കമ്പനികൾ അറിയിക്കരുത്. അതിന് കാരണമായിട്ട് പറയുന്നത് എന്താ? ആസ് ഹെർ പ്രിപ്പറേഷൻ ഫോർ എ റോൾ ആസ് എ വൈഫ്. തീർച്ചയായിട്ടും ഒരു വൈഫാകാൻ റെഡിയായി നിൽക്കുന്ന ഒരു സ്ത്രീ ഒരു ജോലിക്ക് വേണ്ടി തിരയുന്ന സമയത്ത്, അതൊരു കമ്പനിയുടെ മുമ്പിലേക്ക് അത്തരം ഒരു ചിന്ത എത്തുന്ന സമയത്ത് താൻ ഒരു വൈഫാവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ostensibly, ക്ലിയർലി അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, എ മദർ, ഒരു അമ്മയാവാൻ കൂടി അവർ തയ്യാറെടുക്കും, അല്ലെ? ഉറപ്പായിട്ടും കല്യാണം അല്ലെങ്കിൽ വിവാഹം, ഭാര്യയാവുന്നു, പിന്നെ അമ്മയാകുന്നു, അത്തരം ഒരു ചിന്തയൊക്കെ നിങ്ങളിൽ ഉണ്ടാവുമെന്ന് കമ്പനി മനസ്സിലാക്കും. വിൽ ഹേർട്ട്, തീർച്ചയായിട്ടും അത് നിങ്ങളെ ഹേർട്ട് ചെയ്യും. എന്ത്? ഹെർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഹൈഡ്, ജോലിക്ക്
അവർ നിങ്ങളെ ജോലിക്ക് എടുക്കാൻ അത് ചിലപ്പോൾ ഒരു തടസ്സമാവും. കാരണം എന്താ, സ്ത്രീകളെ എടുക്കുന്നതിലെ ഒരു തടസ്സമായി കമ്പനികളെല്ലാം ഇന്നും കാണുന്നത് എന്താണ്, അവരുടെ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്നതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണ്, ഇത്തരത്തിൽ വിവാഹം കഴിച്ചു വരുമ്പോൾ ഒരു ഷിഫ്റ്റിംഗ്, മറ്റൊരാളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇത്തരത്തിൽ ബാധ്യതകളെല്ലാം അവർ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ലീവും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നത് മാത്രമല്ല, കുട്ടികളുടെ കാര്യം വരുന്ന സമയത്ത് അറിയാലോ, ഓഫ് കോഴ്സ് പ്രസവവുമായി ബന്ധപ്പെട്ട് ലീവുകൾ, അതിനുശേഷം പിന്നീട് വീണ്ടും അവരെ നോക്കാൻ വേണ്ടിയിട്ടും കുട്ടികളുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവുന്ന, സോ ഇതെല്ലാം കമ്പനിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്ന രീതിയിൽ ചിന്തിക്കുന്ന കമ്പനികൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ, താൻ വിവാഹത്തിന് നോക്കുന്നു അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നമനത്തിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്നുള്ള കാര്യം ജീനി പറയുമ്പോൾ നമ്മുടെ മെർലിൻ എന്ത് ചെയ്യാണ്, അതിനെ നിരുത്സാഹപ്പെടുത്താൻ, ഇത് കൂടുതൽ എന്ത് ചെയ്യാൻ നിൽക്കരുത്, വെളിപ്പെടുത്താൻ നിൽക്കരുത്, എന്നാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ മെച്ചം ഉണ്ടാവുക എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. സോ അത് എല്ലാവർക്കുമുള്ള ഒരു നോട്ട്, അല്ലെങ്കിൽ അക്കാലത്തുള്ള എല്ലാവരോടുമുള്ള ഒരു ചിന്ത. ഇതെല്ലാം എല്ലാ വലിയ മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം ഇതെല്ലാം നോക്കുന്നുണ്ട് എന്ന ചിന്തയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. The action moves to the backyard of Merlin's sister Joyce, where Joyce's 16-year-old daughter Angie and Angie's 12-year-old friend Kit play in a makeshift shelter assembled from junk. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ മറ്റൊരു സെക്ഷൻ നാടകത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാണ് അല്ലെ. 2 ഭാഗങ്ങൾ കഴിഞ്ഞു. അതായത് ആദ്യത്തെ ഒരു പാർട്ടി, ആ ഡിന്നർ പാർട്ടിയും, രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം നടന്ന ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടു നാടകത്തിൽ. ഇനി മൂന്നാമത്തെ ഈ പാർട്ടിൽ, അതായത് മൂന്നാമത്തെ സ്റ്റേജിലെ മൂന്നാമത്തെ ആക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഈ മൂന്നാമത്തെ ഭാഗത്ത്, മൂന്നാമത്തെ സീനിൽ നമ്മൾ കാണുന്നത് മറ്റൊരിടമാണ്. ദ ആക്ഷൻ മൂവ്സ് ടു ദ ബാക്ക്യാർഡ് ഓഫ് മെർലിൻ സിസ്റ്റർ ജോയ്സി. മെർലിന്, നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ മെർലിന് ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്ററുടെ പേര് ജോയ്സി എന്നാണ്. ഈ ജോയ്സിയുടെ വീടിന്റെ മുറ്റത്തെ പിൻഭാഗത്തെ മുറ്റമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. വീടിന്റെ പിൻഭാഗം അവിടെയാണ് കാണുന്നത്, അവിടെയാണ് കഥ നടക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? വേർ ജോയ്സി 16-year-old ഡോട്ടർ, ജോയ്സിക്ക് 16 വയസ്സുകാരിയായ ഒരു മോളുണ്ട്, ആങ്കി എന്നാണ് അവരുടെ പേര്. ആൻഡ് ആങ്കീസ് 12-year-old ഫ്രണ്ട്, 12 വയസ്സ് ഉള്ള ഒരു സുഹൃത്തുമുണ്ട്, കിറ്റ്. പ്ലേ ഇൻ എ മേക്ക് ഷിഫ്റ്റ് ഷെൽട്ടർ, അവർ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ഷെൽറ്ററിൽ, അല്ലെ, നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് വീട് വെച്ച് കളിക്കും മുറ്റത്തൊക്കെ, അതുപോലെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അസംബിൾഡ് ഫ്രം ജങ്ക്, വീട്ടിലെ പഴയ സാധനങ്ങളെല്ലാം എടുത്തിട്ട്, ജങ്ക് അല്ലെ, വേസ്റ്റ്, ഇത്തരത്തിലുള്ള പഴയ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഒരു ചെറിയ വീടുണ്ടാക്കി അതിനകത്ത് 16 വയസ്സുകാരിയായ ആങ്കിയും 12 വയസ്സുകാരനായ കിറ്റും കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദ ഗേൾസ് ബിക്കർ, 2 പെൺകുട്ടികളാണ് കളിക്കുന്നത് കേട്ടോ, അതായത് കിറ്റും അതുപോലെ ആങ്കിയും. 2 വ്യത്യസ്ത പ്രായക്കാരാണ്. ഒരാൾ 16 വയസ്സും തന്നെക്കാൾ പ്രായം കുറഞ്ഞ 12 വയസ്സുകാരിയായിട്ടുള്ള കിറ്റുമായിട്ടാണ് ഒപ്പമാണ് കളിക്കുന്നത്. ദ ഗേൾസ് ബിക്കർ, ഈ 2 പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു? ബിക്കർ എന്ന് പറഞ്ഞാൽ കലഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടുക. കുട്ടികൾ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് കാണുന്നതാണ്. ഇൻസൾട്ടിങ് ഈച്ച് അതർ ആൻഡ് കാളിങ് ഈച്ച് അതർ നെയിംസ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇൻസൾട്ട് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പല പേരുകൾ വിളിക്കുന്നുണ്ട്. ആങ്കി റിവീൽസ് എ ഡിസയർ ടു കിൽ ഹർ മദർ, കളിക്കുന്നതിനിടയിലാണ്, പക്ഷെ എന്നാൽ നമ്മൾ കേൾക്കുകയാണ്, ആങ്കി എന്ന് പറയുന്ന നമ്മുടെ മെർലിന്റെ സഹോദരിയായ ജോയ്സിയുടെ മകള്, അവരുടെ വീട്ടിലാണ് സംഭവം നടക്കുന്നത്. അവിടെ വെച്ച് അവർ കളിക്കുന്നിടയിലാണെങ്കിൽ പോലും ആങ്കി പറയുന്നു, റിവീൽസ്, അവൾ തുറന്നു പറയുന്നു, എ ഡിസയർ, അവളുടെ ആഗ്രഹം, ടു കിൽ ഹർ മദർ, അമ്മയായ ജോയ്സിയെ കൊല്ലണം എന്ന ആഗ്രഹം അവർ പറയുന്നു. കളിയുന്നിടയിൽ പറയുന്നതാണ്, എന്നാൽ അവർ പറയുന്നുണ്ട്, എനിക്ക് അമ്മയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ജോയ്സി കംസ് ഔട്ട് ദ യാർഡ് ആൻഡ് കാൾസ് ഫോർ ദ ഗേൾസ് ടു കം ഇൻ ഫോർ ടീ ആൻഡ് ബിസ്ക്കറ്റ്സ്. ഈ സമയത്ത് അമ്മ ഇറങ്ങി വരുന്നുണ്ട്. ജോയ്സിയാണ് നമ്മുടെ ഈ വീട്ടിലെ അമ്മ. സോ ജോയ്സി കംസ് ഔട്ട് ദ യാർഡ്, മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നു. ആൻഡ് കാൾസ് ഫോർ ദ ഗേൾസ്, പെൺകുട്ടികളെ വിളിക്കുന്നു. ടു കം ഇൻ ഫോർ ടീ, ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ നേരമായി എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അമ്മ അവരെ അകത്തേക്ക് വിളിക്കുന്നു. വെൻ ദേ ഡോണ്ട് ആൻസർ, പക്ഷെ അവർ കളിയുടെ തിരക്കിനാണ്, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, ഉത്തരം നൽകുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഷീ ടെൽസ് ദം ടു സ്റ്റേ ഇൻ ദ ഫോർട്ട് ആൻഡ് ഡൈ. അപ്പൊ അമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്ത്,
എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൊട്ടാരത്തിൽ നിങ്ങളുടെ ആ കോട്ടയിലിരുന്ന് അവിടെ അങ്ങോട്ട് കടന്ന് മരിക്കും എന്ന രീതിയിൽ ആര് പറയുന്നുണ്ട്, നമ്മുടെ ജോയ്സി പറയുന്നുണ്ട്. അതായത് വലിയ സ്നേഹത്തോടെയല്ല ജോയ്സി സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അമ്മയെ കൊല്ലാൻ ആഗ്രഹമുണ്ട് എന്ന് മകള് പറയുന്നതും ഇത് നമുക്ക് കൂട്ടി വായിക്കാം. അവള് പറയുന്നത്, നമ്മുടെ അമ്മയായിട്ടുള്ള ജോയ്സി പറയുന്നത്, ഷീ ടെൽസ് ദം ടു സ്റ്റേ, എന്നാ പിന്നെ അവിടെ തന്നെ നിൽക്ക് ഇൻ ദ ഫോർട്ട്. ഫോർട്ട് എന്ന് പറഞ്ഞാൽ അവര് ഈ പറയുന്ന അവരുടെ സാങ്കല്പിക ലോകത്ത് കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്ന എന്തുണ്ട് അവിടെ, ഒരു കോട്ടയുണ്ട് അല്ലെ, ഒരു കോട്ട ഉണ്ട്, ഒരു ഫോർട്ട് ഉണ്ട്. അതെന്താണ്, അവർ ഈ പഴയ സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയ അവരുടെ കുട്ടിപ്പരയാണ്. സോ ആ ഒരു ചെറിയ കളി വീടിന്റെ ഉള്ളിൽ നിന്ന് അവിടെ കിടന്ന് കളിച്ച് മരിച്ചോളൂ എന്ന് അമ്മ പറയുന്നുണ്ട്. ജോയ്സി ഗോസ് ബാക്ക് ഇൻസൈഡ് ദ ഹൗസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ജോയ്സി വീടിനകത്തേക്ക് തന്നെ കയറി പോകുന്നു. ആൻഡ് ആങ്കി റിവീൽസ് ദാറ്റ് ഷീ ഈസ് സൂൺ ഗോയിങ് ടു ഗോ ടു ലണ്ടൻ ടു വിസിറ്റ് ഹർ ഓണ്ട് മെർലീൻ. അപ്പൊ കളിക്കുന്നതിനിടയിൽ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ കുട്ടി അല്ലെ, ആങ്കി എന്ന് പറയുന്ന കുട്ടി, അതായത് ജോയ്സിയുടെ മകള് എന്ത് ചെയ്യുന്നുണ്ട്, കിറ്റിനോട്, താൻ കളിക്കുന്ന കിറ്റ് എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയോട് പറയുന്നുണ്ട്, ആങ്കി റിവീൽസ് ദാറ്റ് ഷീ ഈസ് സൂൺ ഗോയിങ് ടു ലണ്ടൻ, ഞാൻ അധികം വൈകാതെ തന്നെ എന്ത് ചെയ്യും, ലണ്ടനിലേക്ക് പോകും, ടു വിസിറ്റ് ഹർ ഓണ്ട്. എന്തിനാ ലണ്ടനിൽ പോകുന്നത്, അവിടെ എന്റെ ആന്റി ഉണ്ട്. ആരാണ്, മെർലീൻ. നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ മെർലീനെയാണ് ഇവിടെ പറയുന്നത്. ആന്റിയാണ്, അമ്മയുടെ സഹോദരിയാണ്. ഹൂം ഷീ ബിലീവ്സ് ഇൻ ഹർ ട്രൂ മദർ. അവള് പറയാണ്, എനിക്ക് തോന്നുന്നത്, ഹൂ ഷീ ബിലീവ്സ്, അവൾ വിശ്വസിക്കുകയാണ്, എന്ത്, നമ്മുടെ ആങ്കി വിശ്വസിക്കുകയാണ്, ബിലീവ്സ് ഹർ ട്രൂ മദർ, എൻ്റെ യഥാർത്ഥ അമ്മ, എനിക്ക് സ്നേഹമുള്ളത് അവരോടാണ്, മെർലിനോടാണ്, എൻ്റെ യഥാർത്ഥ അമ്മ അവരാണ് എന്ന് കളിക്കിടയിൽ ഈ കുട്ടി പറയുന്നു. ജോയ്സി കംസ് ഔട്ട് ആൻഡ് കാൾസ്. ഈ സമയത്ത് നമ്മുടെ ജോയ്സി, നേരത്തെ ചീത്ത പറഞ്ഞു പോയ ആള്, വീണ്ടും പുറത്തിറങ്ങി വരുന്നു, കുട്ടികളെ വിളിക്കുന്നു. Once again for the girls to come inside. വീണ്ടും കുട്ടികളോട് അകത്ത് വരൂ, ഭക്ഷണം കഴിച്ചിട്ട് പോകൂ എന്ന് ഉച്ചത്തിൽ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ആങ്കി ആൻഡ് കിറ്റ് വാണ്ട് ടു ഗോ ടു എ മൂവി. അപ്പൊ ഈ സമയത്ത് അവരിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കുട്ടികൾ പറയുന്നുണ്ട്, അവർക്ക് രണ്ടുപേർക്ക് എങ്ങോട്ട് പോകണം, ഒരു സിനിമയ്ക്ക് പോകണം. ആങ്കി ആൻഡ് കിറ്റ്, ഈ കളിക്കുന്ന രണ്ട് കുട്ടികൾക്കും വാണ്ട് ടു ഗോ ടു എ മൂവി, ഒരു സിനിമയ്ക്ക് പോകണം. ബട്ട് ജോയ്സി ഇൻസിസ്റ്റ് ആങ്കി ക്ലീൻ ഹർ റൂം ബിഫോർ ഗോയിങ് ഔട്ട്. പക്ഷെ കർക്കശക്കാരിയാണ് ആര്, നമ്മുടെ ജോയ്സി അമ്മ. അമ്മ പറയുന്നു എന്ത്, ആങ്കി ക്ലീൻ ഹർ റൂം ബിഫോർ ഗോയിങ് ഔട്ട്. എവിടെ പോയാലും വേണ്ടില്ല, നിന്റെ റൂമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് പോയാൽ മതി എന്ന് ജോയ്സി പറയുന്നു. ആങ്കി ഗോസ് ഇൻസൈഡ് ആൻഡ് കം ബാക്ക് ഇൻ ജസ്റ്റ് എ മൊമെന്റ് ലേറ്റർ ഇൻ എ ഫാൻസി ഡ്രസ് വിച്ച് ഈസ് ടു സ്മാൾ ഫോർ ഹർ. അപ്പൊ ഈ സമയത്ത് എവിടെ പോയാലും കുഴപ്പമില്ല, റൂം വൃത്തിയായിട്ട് പോയാൽ മതി എന്ന് അമ്മ പറഞ്ഞപ്പോ ആങ്കി വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. ഇൻസൈഡ് ആൻഡ് ക്ലീൻ കംസ് ബാക്ക് ഇൻ ജസ്റ്റ് എ മൊമെന്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു അവള് റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് പോകാൻ പോവാണെന്ന് അല്ലെ, പക്ഷെ അല്ല, അവള് റൂമിലേക്ക് ഓടി കയറി ചെന്ന്, വീട്ടിനകത്തേക്ക് കയറി ചെന്ന് ഇറങ്ങി വരുന്നു. കംസ് ബാക്ക് ഇൻ ജസ്റ്റ് എ മൊമെന്റ്, വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് തിരിച്ചു വരുന്നു. ലേറ്റർ ഇൻ എ ഫാൻസി ഡ്രസ്, പക്ഷെ വരുന്നത് എങ്ങനെയാണ്, ഒരു ഭയങ്കര ഗംഭീരമായ ഒരു ഫാൻസി, വളരെ ഭംഗിയുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. വിച്ച് ഈസ് ടു സ്മാൾ ഫോർ ഹർ. പക്ഷെ ആ വസ്ത്രം അവൾക്ക് പാകമുള്ളതല്ല, അവളുടെ കുറച്ചൊക്കെ ചെറുപ്പത്തിലുള്ളതാണെന്ന് തോന്നുന്നു. കാരണം എന്താണ്, അത് അവൾക്ക് വലിപ്പമില്ല. ടു സ്മാൾ ഫോർ ഹർ, അവളുടെ പ്രായത്തിന് പറ്റിയ ഒരു ഡ്രസ്സായിട്ടല്ല അവള് ഇട്ട് വന്നിരിക്കുന്നത്. ഷീ പിക്സ് എ ബ്രിക്ക് അപ്പ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് ഹോൾസ് ഇറ്റ്. എന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നു, താഴെ നിന്ന് ഒരു കല്ല്, ഒരു ഇഷ്ടിക പോലത്തെ കല്ല് ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ ഉയർത്തി പിടിച്ച് നിൽക്കുന്നു നമ്മുടെ ആങ്കി. ഇറ്റ് ബിഗിൻസ് ടു റെയിൻ. പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. ആൻഡ് ജോയ്സി ആൻഡ് കിറ്റ് റൺ ഇൻസൈഡ് ടു അവോയ്ഡ് ഗെറ്റിംഗ് വെറ്റ്. അപ്പോൾ അമ്മ കുട്ടികളെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ജോയ്സി. അപ്പൊ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ജോയ്സിയും കിറ്റും, കൂടെ കളിക്കുന്ന കിറ്റും ജോയ്സിയും, അമ്മയായിട്ടുള്ള ജോയ്സി എന്ത് ചെയ്യുന്നു, ഓടി വീടിനകത്തേക്ക് കയറുന്നു. ആങ്കി റിവീൽസ് ദാറ്റ് ഷീ ഹാഡ് പുട്ട് ദ ഡ്രസ് ഓൺ ടു കിൽ ഹർ മദർ. അപ്പോ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, കിറ്റ് കാൾസ് ഫോർ ആങ്കി ടു കം ഇൻസൈഡ്. അപ്പൊ ഈ സമയത്ത് കിറ്റ്, കൂടെ കളിച്ച കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ആങ്കിയോട് വരൂ, മഴ കൊള്ളു നിൽക്കാതെ വേഗം അകത്തേക്ക് വന്ന് ഞങ്ങളെ പോലെ ഇങ്ങോട്ട് കയറൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആങ്കി റിവീൽസ്, ആ സമയത്ത് തുറന്നു പറയുന്നുണ്ട് എന്ത്, ദാറ്റ് ഷീ ഹാഡ് പുട്ട് ദ ഡ്രസ്, ഈ വസ്ത്രം ഞാൻ ഇട്ടിരിക്കുന്നത് ഓൺ ടു കിൽ ഹർ മദർ, തൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് താൻ ഈ ഡ്രസ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. കിറ്റ് ഇംപ്ലൈസ് ദാറ്റ് ആങ്കി ഈസ് ടു ചിക്കൻ ടു ഗോ ത്രൂ വിത്ത് ഇറ്റ്. അപ്പോൾ കിറ്റ്
കൊച്ചുകുട്ടിയാണെങ്കിലും അവളെ കളിയാക്കാണ്, ആരെ, ആംഗിയെ കളിയാക്കാണ്. എന്ത്, നീ അതിനും മാത്രമൊന്നും നീ ആയിട്ടില്ല. അതാണ് ആംഗി ഈസ് ടു ചിക്കൻ, അല്ലെ, നീ അത് മുട്ടയിൽ നിന്ന് വിരിയട്ടെ. ആരാ പറയുന്നത്? തന്നെക്കാൾ പ്രായമുള്ള ഒരാൾ, കുറഞ്ഞ ഒരാളാണ് പറയുന്നത്. എന്ത്, ആംഗി ഈസ് ടു ചിക്കൻ ടു ഗോ ത്രൂ വിത്ത് ഇറ്റ്. അതുമായി നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല, അതിന് മാത്രം നീ ആയിട്ടില്ല എന്ന് കിറ്റ് പറയുന്നു. ആൻഡ് ആംഗി പുട്സ് ദ ബ്രിക്ക് ഡൗൺ. അത് കേൾക്കുമ്പോൾ അവൾ എന്ത് ചെയ്യാണ്? അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ കല്ല് അവൾ താഴേക്ക് തന്നെ ഇടുകയാണ്. സോ ജോയ്സിയെ കൊല്ലാനുള്ള ഒരു ദേഷ്യം പോലെ അവൾക്കുണ്ട്, ഈ കുട്ടിക്കുണ്ട്. അവർ തമ്മിൽ അത്ര നല്ല സുഖത്തിലല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. സോ അങ്ങനെ ആ ഒരു ഭാഗം ഇവിടെ ജോയ്സിയുടെ വീടിന്റെ പിൻഭാഗത്തെ ആ കാഴ്ച അവിടെ അവസാനിക്കുന്നു. ബാക്ക് അറ്റ് ദ ടോപ്പ് ഗേൾസ് എംപ്ലോയ്മെന്റ് ഏജൻസി. വീണ്ടും നമ്മുടെ നാടകം നമ്മുടെ ടോപ്പ് ഗേൾസ് എംപ്ലോയ്മെന്റ് ഏജൻസിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതായത് വീണ്ടും നമ്മൾ തുടങ്ങിയ ഭാഗത്തേക്ക്, നമ്മുടെ ഓഫീസിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതിന് കുറച്ച് ഭാഗത്ത് മാത്രം എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ച് ഇവിടെ ജോയ്സിയുടെ വീട്ടിലേക്കൊന്ന് പോയി വന്നു, അല്ലെ, അത്രേ ഉള്ളൂ. ബാക്ക് അറ്റ് ദ ടോപ്പ് ഗേൾസ് എംപ്ലോയ്മെന്റ് ഏജൻസി. വീണ്ടും നമ്മുടെ നാടകം ഏജൻസിയിൽ എത്തിയിരിക്കുന്നു. ടു ഓഫ് മെർലിൻസ് കോ വർക്കേഴ്സ്, വിൻ ആൻഡ് നെൽ. ഇവിടെ നമ്മൾ രണ്ടുപേരെ കാണുന്നുണ്ട്. ആരാണ്? രണ്ടുപേരിൽ നിന്ന് സംസാരിക്കുകയാണ്. ടു ഓഫ് മെർലിൻസ് കോ വർക്കേഴ്സ്. മെർലിൻ, നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ മെർലിന്റെ കൂടെ ജോലി ചെയ്യുന്ന രണ്ടുപേരാണത്. വിൻ ആൻഡ് നെൽ എന്നാണ് ഇവർ രണ്ടുപേരുടെയും പേര്. ഗോസിപ്പ് അബൌട്ട് മെർലിൻസ് റീസെന്റ് പ്രൊമോഷൻ. രണ്ട് സ്ത്രീകളാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെർലിന് ഇപ്പോൾ അടുത്ത് കിട്ടിയ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ്, അല്ലെ. നമുക്കറിയാം പ്രൊമോഷൻ കിട്ടിയതിന്റെ പാർട്ടിയൊക്കെ നടന്നതല്ലേ. അപ്പോ മെർലിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്ത് ചെയ്യാണ്? ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ കുശുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെർലിൻ ഹാസ് ബീൻ പ്രൊമോട്ടഡ് ഓവർ എ മാൻ നെയ്മഡ് ഹൊവാർഡ് കിഡ്, അനദർ പ്രൊമിനന്റ് എംപ്ലോയി. അപ്പൊ എന്താണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്? മെർലിൻ ഹാസ് ബീൻ പ്രൊമോട്ടഡ് ഓവർ എ മാൻ, അതായത് രണ്ടു പേർക്കാണ് സാധ്യത ഉണ്ടായിരുന്നത്. അപ്പോ സാധ്യത ഉണ്ടായിരുന്നത് മറ്റാളൊരു ആണാണ്, ഹൊവാർഡ് കിഡ്. ഹൊവാർഡ് കിഡ് എന്ന് പറയുന്ന മറ്റൊരു എംപ്ലോയി, അനദർ പ്രൊമിനന്റ് എംപ്ലോയി, ഈ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട വളരെ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുന്ന ഹൊവാർഡ് കിഡിനായിരുന്നു സത്യത്തിൽ പ്രൊമോഷൻ ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷെ കിട്ടിയത് മെർലിനാണ് എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അതായത് ഹൊവാർഡ് കിഡിന് കിട്ടുന്നതിന് പകരമായി, അല്ലെങ്കിൽ അയാളെ കവച്ചു വെച്ചുകൊണ്ടാണ് ആർക്ക് കൊടുത്തത്? മെർലിന് കമ്പനി കൊടുത്തത് എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് പറയുന്നുണ്ട്. When Merlin arrives in the office, the girls tease her about taking advantage of coming in late now that she is the boss. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് പറഞ്ഞ് അവൾക്ക് കിട്ടേണ്ടതല്ല, അല്ലെ, നമ്മുടെ ഹൊവാർഡ് കിഡിന് കിട്ടേണ്ടതായിരുന്നു, അവൾ അതിന് മുകളിൽ കൂടെ ചാടി കയറി അവൾക്ക് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടെ ആര് കയറി വരുന്നു? മെർലിൻ കയറി വരുന്നു. അറൈവ്സ് ഇൻ ദ ഓഫീസ്, മെർലിൻ കയറി വരുന്നു. തീർച്ചയായിട്ടും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ശേഷമാണ് കയറി വരുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇവിടെ മെർലിൻ വരുന്നത്. ദ ഗേൾസ് ടീസ് ഹർ. അപ്പൊ ഈ രണ്ട് പേരും, വിന്നും നെല്ലും, നമ്മുടെ മെർലിനെ കളിയാക്കുന്നുണ്ട്, ടീസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അങ്ങനെയൊക്കെ വരാലോ, അല്ലെ, പതുക്കൊക്കെ വന്നാൽ മതിയല്ലോ. എബൌട്ട് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് കമ്മിങ് ഇൻ ലേറ്റ്. അപ്പൊ നേരെ വൈകിയൊക്കെ വരാം, അല്ലെ. കാരണം എന്താ? നൗ ദാറ്റ് ഷീ ഈസ് ദ ബോസ്. നീയാണല്ലോ ബോസ്. പ്രൊമോഷനൊക്കെ കിട്ടി വലിയ ആൾക്കാരായി പോയില്ലേ. അപ്പൊ ഒപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ അവൾക്ക് എന്തായി? പ്രൊമോഷൻ കിട്ടി, അല്ലെ. അപ്പോ ഇനിയിപ്പോ നേരെ വൈകിയൊക്കെ വരാലോ, ഒരു കുഴപ്പമില്ലല്ലോ എന്ന രീതിയിൽ ആക്കി സംസാരിക്കുന്ന പോലെ ആര് സംസാരിക്കുന്നു? ഈ രണ്ടുപേരും, വിന്നും നെല്ലും സംസാരിക്കുന്നു. ബട്ട് ദെൻ കൺഗ്രാറ്റുലേറ്റ് ഹർ ഓൺ ഹർ സക്സസ്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നു? രണ്ടുപേരും ഉഷാറായിട്ടോ, കൺഗ്രാറ്റുലേഷൻസ്, പ്രൊമോഷൻ കിട്ടിയല്ലേ, അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞു, അല്ലെ. അങ്ങനെ പറഞ്ഞ് അവളെ അഭിനന്ദിക്കുന്നുണ്ട്. വിൻ ഇന്റർവ്യൂസ് എ വുമൺ നെയ്മഡ് ലൗസി, എ വുമൺ ഇൻ ഹർ 40s who wants to move out of the job she's been at for 21 years in order to make her employers feel sorry for never having noticed her or promoted her for her hard work. അപ്പോൾ ഇത് അറിയാലോ, ഒരു ഓഫീസാണ്. അപ്പൊ ഒരു ഓഫീസിലെ സംഭവങ്ങൾ തന്നെ തുടരുന്നതായിട്ടാണ് നമ്മൾ പിന്നീടും കാണുന്നത്. ഈ സമയത്ത് നമ്മൾ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞല്ലോ, കുശുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടുപേര്, വിന്നും നെല്ലും, രണ്ട് സ്ത്രീകളെ. അപ്പൊ ഇവള് നമ്മളെ മെർലിൻ വരുന്ന സമയത്ത് വിഷ് ചെയ്യുന്നു, സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ നടക്കുകയാണ്. കാരണം പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ നമ്മുടെ ടോപ്പ് ഗേൾസ്. അവിടെ ഇന്റർവ്യൂ നടക്കുന്നു. വിൻ, അപ്പൊ കുശുമ്പ് പറഞ്ഞതിൽ ഒരാള്, വിൻ എന്ന് പറഞ്ഞ ആള് ഒരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു.
ഇന്റർവ്യൂസ് എ വുമൺ നെയ്മഡ് ലൗസി. ലൗസി എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എ വുമൺ ഇൻ ഹർ 40s, 40 വയസ്സിൽ 40കൾ തോന്നിക്കുന്ന പ്രായമുള്ള ലൗസി എന്ന് പറയുന്ന സ്ത്രീയെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അവര് സംസാരിക്കുന്നതിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു. ഹു വാണ്ട്സ് ടു മൂവ് ഔട്ട് ഓഫ് ദ ജോബ്. അതായത് ലൗസി എന്ന് പറയുന്ന ഈ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ഈ സ്ത്രീക്ക് താൻ ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ നിന്ന് പോരണം, വേറൊരു ജോലി വേണം. അതിനാണല്ലോ ഇന്റർവ്യൂ. ഔട്ട് ഓഫ് ദ ജോബ് ഷീ ഹാസ് ബീൻ അറ്റ് ഫോർ 21 years. 40 വയസ്സുകളാണ് നമ്മുടെ ലൗസിയുടെ പ്രായം എന്ന് പറഞ്ഞല്ലോ. 21 വർഷമായി താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വിട്ടിട്ട് അവർക്ക് പോരണം. ഇൻ ഓർഡർ ടു മേക്ക് ഹർ എംപ്ലോയർ ഫീൽ സോറി. എന്തിനാണ് അവിടുന്ന് പോരുന്നത്? താൻ ഇത്രയും കാലം ജോലി ചെയ്തിട്ടും തനിക്കൊന്നും തരാത്ത ആ സ്ഥാപനം മനസ്സിലാക്കണം എന്റെ വില എന്താണ്. നെവർ ഹാവിംഗ് നോട്ടീസ്ഡ് ഹർ. തന്റെ കഠിന പ്രയത്നം, താൻ ആ കമ്പനിക്ക് വേണ്ടി 21 കൊല്ലം പ്രയത്നിച്ചിട്ടും അവരത് കണ്ടിട്ടില്ല. മാത്രമല്ല പ്രൊമോട്ടഡ് ഹർ ഫോർ ഹർ ഹാർഡ് വർക്ക്. തന്റെ കഷ്ടപ്പാടിനുള്ള ഒരു മൂല്യവും വാല്യൂവും അവർ നൽകിയിട്ടില്ല. അപ്പൊ അതിൽ പ്രതിഷേധിച്ച് 21 കൊല്ലം ജോലി ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയാണ്. അതിനു വേണ്ടിയിട്ടാണ് താൻ വന്നിട്ടുള്ളത് എന്ന് പറയാണ് ലൗസി ഈ ഇന്റർവ്യൂവില്, വിന്നുമായിട്ടുള്ള ഈ ഇന്റർവ്യൂവില്. ബാക്ക് ഇൻ ദ മെയിൻ ഓഫീസ്. അപ്പൊ ആ ഇന്റർവ്യൂ നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ മെയിൻ ഓഫീസിലേക്ക് തിരിച്ചു വരുന്നു. അതായത് മെയിൻ ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ മെർലിന്റെ ഓഫീസാണ്. ആങ്കി അറൈവ്സ് ടു വിസിറ്റ് മെർലിൻ. ഈ സമയത്ത് ആങ്കി അങ്ങോട്ടേക്ക് കയറി വരുന്നു. മെർലിന്റെ ഓഫീസിലേക്കാണ് ആങ്കി വരുന്നത്. ആരാണ് ആങ്കി? ഓർമ്മയുണ്ടാവും. നമ്മുടെ സിസ്റ്റർ ആയിട്ടുള്ള, അതിന്റെ പേരെന്താ? നമ്മളത് നേരത്തെ കഴിഞ്ഞതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോയ്സി അല്ലെ. ജോയ്സിയുടെ വീട്ടിന്റെ പിന്നിലേക്കാണ് നമ്മൾ കഴിഞ്ഞ സീനിൽ പോയത് അല്ലെ. ജോയ്സിയുടെ അവിടെ വെച്ചിട്ടാണ് അവർ കളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടത്. അപ്പോഴേ നമ്മുടെ ആന്റി പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യും, ലണ്ടനിലേക്ക് പോകും, എന്റെ ആന്റി അവിടെയാണ്, ആന്റിയാണ് എന്റെ യഥാർത്ഥ അമ്മ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലെ. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, അത് സംഭവിച്ചിരിക്കുന്നു. ആങ്കി അറൈവ്സ് ടു വിസിറ്റ് മെർലിൻ. അറിയാലോ, 16 വയസ്സുകാരിയാണ്. സോ ആങ്കി അറൈവ്സ് ടു വിസിറ്റ് മെർലിൻ. കൊച്ചുകുട്ടിയല്ല കേട്ടോ. സോ 16 വയസ്സുകാരിയായിട്ട് ഒരാൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ വരാലോ, കയറി വരുന്നു. ആങ്കി അറൈവ്സ് ടു വിസിറ്റ് മെർലിൻ. മെർലിനെ കാണാൻ വേണ്ടി ഓഫീസിലാണ് വന്ന് കയറുന്നത്. മെർലിൻ ഈസ് സർപ്രൈസ്ഡ് ബൈ ആങ്കീസ് പ്രസൻസ്. പെട്ടെന്ന് അവിടെ മെർലിനെ ആങ്കിയെ കാണുന്ന സമയത്ത് മെർലിൻ എന്ത് ചെയ്യാണ്, അത്ഭുതപ്പെടുകയാണ്. നീ എന്താ ഇവിടെ അല്ലെ. ആൻഡ് ആസ്ക് ഇഫ് ആങ്കി ഈസ് ജസ്റ്റ് വിസിറ്റിംഗ് ഫോർ ദ ഡേ. അപ്പോ മെർലിൻ ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ടെങ്കിൽ പിന്നെ ചോദിക്കുന്നു, ഓക്കെ, നീ ഒരു ദിവസം എന്നെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ബട്ട് ആങ്കി റിവീൽസ് ദാറ്റ് ഷീ ഹാസ് കം ടു ലണ്ടൻ ടു സ്റ്റേ വിത്ത് മെർലിൻ ഇൻഡെഫിനിറ്റ്ലി. പക്ഷേ ഞെട്ടിക്കുന്ന സത്യം ആങ്കി പറയാണ്, ഞാൻ ഒരു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതല്ല, ഇനി അങ്ങോട്ടേക്കുള്ള കാലം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് അതാണ് എന്റെ തീരുമാനം എന്ന് പറയാണ് ആങ്കി. When Merlin exhibits some uncertainty about housing ആങ്കി. പക്ഷെ അത് നമ്മുടെ മെർലിന് അത്ര അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. മെർലിൻ ആകെ അസ്വസ്ഥയാവാണ്. അതിപ്പോ ശരിയാവുമെന്ന് തോന്നുന്നില്ല, എന്റെ കൂടെ എങ്ങനെ നിൽക്കാൻ പറ്റൂല, കുറെ ഒന്നും നിൽക്കാൻ പറ്റില്ല, ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ നിന്നിട്ട് പോയിക്കോ അല്ലെ, കുറെ ഒന്നും നിൽക്കാൻ പറ്റില്ല എന്ന രീതിയിൽ നമ്മുടെ മെർലിൻ സംസാരിക്കുന്നു. ആങ്കി ബിക്കംസ് അപ്സെറ്റ്. ഈ സമയത്ത് ആങ്കി ആകെ അസ്വസ്ഥയാകുന്നു, സങ്കടപ്പെടുന്നു. ആൻഡ് ആസ്ക് ഇഫ് മെർലിൻ ഡസന്റ് വാണ്ട് ഹെർ അറൗണ്ട്. അപ്പൊ അവൾ ആകെ എന്ത് ചെയ്യുന്നു, ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു മൂഡിലേക്ക് പോവാണ്. ആകെ സങ്കടത്തോടെ പറയാണ്, നിങ്ങൾക്കും കൂടി ഇന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. മെർലിൻ ഓവർ കോമ്പൻസേറ്റ്സ് ആൻഡ് ടെൽസ് ആങ്കി ദാറ്റ് ഷീ ക്യാൻ സ്റ്റേ ആസ് ലോങ് ആസ് ഷീ വാണ്ട്സ്. അപ്പൊ അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ എന്നോണം അല്ലെ, അതിന് പകരമായിട്ട്, അതായത് ഇപ്പൊ അവളുടെ പറയല്ലേ ഓവർ കോമ്പൻസേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം പറഞ്ഞില്ലേ, വേണ്ട അതൊന്നും പറ്റില്ല, അങ്ങനെ നിൽക്കുന്നൊന്നും ശരിയല്ല എന്നൊക്കെ പറയുന്നില്ലേ. സോ അതിന് പകരമായിട്ട് എന്ത് ചെയ്യാണ്, ടെൽസ് ആങ്കി ദാറ്റ് ഷീ ക്യാൻ സ്റ്റേ ആസ് ലോങ് ആസ് ടു. കുഴപ്പമില്ല, നീ എത്ര വേണമെങ്കിലും നിന്നോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. എ വുമൺ എന്റേഴ്സ് ദ ഓഫീസ്. ഈ സമയത്ത് ഒരു സ്ത്രീ ഓഫീസിലേക്ക് കയറി വരുന്നു. ലുക്കിംഗ് ഫോർ മെർലിൻ. ആരെ നോക്കാണ് ഇവിടെ? ആരാണ്? മെർലിൻ അല്ലെ. മെർലിനെ അന്വേഷിച്ചാണ് ആ സ്ത്രീ കയറി വരുന്നത്. ഷീ ഈസ് മിസ്സിസ് കിഡ്, ഹൊവാർഡ്സ് വൈഫ്. മിസ്സിസ് കിഡ് ആണ് ഈ കയറി വന്നിരിക്കുന്നത്, ഹൊവാർഡിന്റെ ഭാര്യയാണ്. ആരാണോ ഹൊവാർഡ് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു, നമ്മുടെ വിന്നും നെല്ലും കുശുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് പറഞ്ഞില്ലേ, ഹൊവാർഡ് കിഡ് എന്ന് പറയുന്ന ആൾക്ക് കിട്ടേണ്ടിയിരുന്ന പോസ്റ്റാണ്, അതാണ് മെർലിന് കിട്ടിയിരിക്കുന്നത്. അയാളെ കവച്ചു വെച്ചാണ് മെർലിന് ഈ പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത് പറഞ്ഞത് ഓർമ്മയില്ലേ? അയാളാണ് ഹൊവാർഡ്. അതായത് പ്രൊമോഷൻ ലഭിക്കാതെ പോയ ഹതഭാഗ്യനാണ് ഹൊവാർഡ്.
ഹൊവാർഡിന്റെ ഭാര്യയാണ് ഇപ്പോൾ ഇവിടെ കയറി വന്നിരിക്കുന്നത്. ആൻഡ് ഷീ ഹാസ് കം ടു ആസ്ക് മെർലിൻ to forfeit the promotion so that Howard, deeply distressed at having been overlooked, can claim it. അപ്പൊ എന്തിനാണ് ഇവർ വന്നിരിക്കുന്നത്? ഇവർ വന്നിരിക്കുന്ന ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഷീ ഹാസ് കം ടു ആസ്ക് മെർലിൻ, മെർലിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ടു ഫോർഫീറ്റ് ദ പ്രൊമോഷൻ, എന്ത് ചെയ്യണം? ഫോർഫീറ്റ് ചെയ്യണം. എന്ത്? വേണ്ടെന്ന് വെക്കണം. പ്രൊമോഷൻ, അതായത് മെർലിനോട് വന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ പ്രൊമോഷൻ കിട്ടിയത് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് കിട്ടേണ്ടതല്ല, എൻ്റെ ഭർത്താവിന് കിട്ടേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ പ്രൊമോഷൻ വേണ്ട എന്ന് വെക്കണം. സോ ദാറ്റ് ഹൊവാർഡ്, എന്നാൽ മാത്രമേ ഹൊവാർഡിന് ഡീപ്ലി ഡിസ്ട്രസ്ഡ് ആസ് ഹാവിങ് ബീൻ ഓവർലുക്ക് ചെയ്തത് കൊണ്ട്, അതായത് അവഗണിച്ചത് കൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ വീട്ടിൽ നിൽക്കുകയാണ് ആര്? നമ്മുടെ ഹൊവാർഡ്. അതുകൊണ്ട് എനിക്ക് സങ്കടം കാണാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥാനം ഇപ്പോൾ വേണ്ടെന്ന് വെക്കണം, എന്നാൽ മാത്രമേ can claim it. വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുന്ന, അവഗണിക്കപ്പെട്ടതിന്റെ ദുഃഖത്തിലിരിക്കുന്ന ഹൊവാർഡിന് അത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഇത് വേണ്ടെന്ന് വെക്കണം എന്ന് വന്ന് പറയാണ് ഭാര്യ. മെർലിൻ റെഫ്യൂസസ്, തീർച്ചയായിട്ടും മെർലിൻ എന്ത് ചെയ്യുന്നു? അത് അവഗണിക്കുന്നു, റെഫ്യൂസ് ചെയ്യുന്നു, പറ്റില്ലെന്ന് പറയുന്നു. ആൻഡ് മിസസ് കിഡ് കാൾസ് മെർലിൻ എ ബാൾ ബ്രേക്കർ. അപ്പോ അവർ തമ്മിൽ വാഗ്വാദമാവുന്നു. നമ്മുടെ മിസസ് കിഡ്, ഭാര്യയായിട്ടുള്ള മിസസ് കിഡ് എന്ത് ചെയ്യുന്നു? കാൾസ് മെർലിനെ വിളിക്കുന്നു എ ബാൾ ബ്രേക്കർ, എന്ന് വെച്ചാൽ വളരെ ടഫ് ആയിട്ടുള്ള ആളെ, ക്രൂരയായിട്ടുള്ള, നിങ്ങൾ ഒരു ആണിന്റെ ജീവിതം തകർക്കുന്നതിനാണ് ഇവിടെ ബാൾ ബ്രേക്കർ എന്നൊക്കെ പറയും. സോ നിങ്ങൾ ഒരു പുരുഷന്റെ ജീവിതമാണ് നശിപ്പിക്കുന്നത്, നിങ്ങൾ വല്ലാത്ത ക്രൂരയാണ് എന്നൊക്കെ പറയുന്നു. ഷീ വാണ്ട്സ് മെർലിൻ ദാറ്റ് ഷീ വിൽ വൈൻഡ് അപ്പ് മിസറബിൾ ആൻഡ് ലോൺലി. സോ അപ്പോ ശപിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് ആര്? നമ്മുടെ ഭാര്യ. ഷീ വാണ്ട്സ് മെർലിനോട് വാൺ ചെയ്ത് പറയാണ് എന്ത്? ദാറ്റ് ഷീ വിൽ വൈൻഡ് അപ്പ്, നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അറ്റ് ദ എൻഡ്, അവസാനം, അതായത് നോക്കിക്കോ, അവസാനം നീ എന്ത് ചെയ്യും? മിസറബിൾ ആൻഡ് ലോൺലി, നീ മിസറബിൾ ആയി മാറും, നിന്റെ ജീവിതം എന്താവും? ആകെ നശിക്കുവടി. ലോൺലി, നീ ഒറ്റയ്ക്കാവും, ആരും ഉണ്ടാവില്ല നിനക്ക് എന്ന് പറഞ്ഞ് ശപിക്കുന്നു. ബിഫോർ ലീവിങ് ഇൻ എ ഹഫ്, ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? തന്റെ ഇഷ്ടക്കേട്, അനോയൻസ്, ഹഫ്, ഇഷ്ടക്കേട് കാണിച്ചുകൊണ്ട് അവരിറങ്ങിപ്പോകുന്നു. മെർലിൻ ടെൽസ് ആങ്കി ഷീ ഹാസ് ടു ഗോ ടേക്ക് കെയർ ഓഫ് സം ബിസിനസ്. അപ്പൊ മെർലിന് ഈ ഒരു വാഗ്വാദം ഉണ്ടാവുന്ന സമയത്ത് ആങ്കി അപ്പുറത്തുണ്ട് അല്ലെ, എപ്പോഴാണ് ഭാര്യ വന്നിട്ട് സംസാരിച്ചുകൊണ്ട് അവരിറങ്ങി പോകുന്നത്. മെർലിൻ ആ സമയത്ത് പറയുന്നു ആങ്കിയോട്, ഷീ ഹാസ് ടു ഗോ ടേക്ക് കെയർ ഓഫ് സം ബിസിനസ്, തനിക്ക് കുറച്ച് തിരക്കേറിയ ചില ജോലികളുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ലീവ്സ് ആങ്കി അലോങ് ഇൻ ദ ഓഫീസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആങ്കിയെ അവിടെ ഓഫീസിൽ ഒറ്റയ്ക്കാക്കി മെർലിൻ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. നെൽ ഇന്റർവ്യൂസ് എ യങ് വുമൺ നെയ്മഡ് ഷോന. ഈ സമയത്ത് നെല്ലിനെ ഓർമ്മയുണ്ടോ? നേരത്തെ നമ്മുടെ മെർലിൻ കയറി വരുന്ന സമയത്ത് രണ്ട് സ്ത്രീകളെ കുശുമ്പ് പറഞ്ഞില്ലേ, വിന്നും നെല്ലും. ഈ സമയത്ത് വിന്ന് ഒരു സ്ത്രീയെ, ഒരു 40-കാരിയെ എന്ത് ചെയ്തു? അവിടെ ഇന്റർവ്യൂ ചെയ്തതായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നെല്ലിന്റെയും ജോലി എന്താണ്? ഇത്തരത്തിൽ സ്ത്രീകളെ ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ കാണുന്നത് നെല്ല്, രണ്ടാമത്തെ ആ സ്ത്രീ ആയിട്ടുള്ള ജോലിക്കാരിയായിട്ടുള്ള നെല്ല് മറ്റൊരു സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. ഒരു യങ് വുമൺ, ഒരു ചെറുപ്രായമുള്ള ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാം, ഒരു യുവതിയെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അവളുടെ പേര് ഷോന എന്നാണ്. It becomes clear over the course of the interview that Shona has lied about everything in her resume. അപ്പൊ ഈ സമയത്ത് ഇന്റർവ്യൂ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോകുന്നതും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമുക്ക് കാണാം. ആ സമയത്ത് ഇന്റർവ്യൂ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവുന്നു, റെസ്യൂമില്, തന്റെ ബയോഡാറ്റയില് ഷോന എഴുതി കൊടുത്ത കാര്യങ്ങളെല്ലാം അധികവും നുണയാണ് എന്ന് നെല്ലിന് മനസ്സിലാവുന്നു, ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുന്നു. ആൻഡ് ഹാസ് നെവർ ഹെൽഡ് എ ജോബ് ഇൻ ഹർ ലൈഫ്. അതായത് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ എടുക്കുള്ളൂ അല്ലേ കൂടുതൽ. അപ്പൊ തനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഇതിനു മുമ്പ് ഒരു ജോലിയും ചെയ്യാതിരുന്ന ഷോന തനിക്ക് ജോലി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഈ റെസ്യൂമ് എഴുതി കൊടുത്തിരിക്കുന്നത്. വിൻ ആൻഡ് ആങ്കി ഗെറ്റ് ടു ടാക്കിംഗ്. അങ്ങനെ ആ ഇന്റർവ്യൂ അവിടെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവരൊരുപാട് കുറെ കാര്യങ്ങൾ നോണയൊക്കെ എഴുതിയിട്ടില്ല സ്ത്രീകൾക്ക്. അതെല്ലാം ഓരോ സ്ത്രീകളെയും ഇവിടെ കാണിക്കുന്നതും ഓരോ ജീവിതം കാണിക്കുന്നതും എല്ലാം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലൂടെ ഓരോ ലൈഫുകൾ നമുക്ക് കാണിച്ചു തരിക എന്ന ലക്ഷ്യത്തിലായിരിക്കണം. എന്നാൽ ഈ സമയത്ത് വിന്ന്, ഓഫീസിലെ രണ്ടുപേരിൽ വിന്നിലും നെല്ലും അല്ലെ, രണ്ടുപേരിൽ വിന്ന്, ആങ്കി ഗോ ടു ടാക്കിംഗ്. ഈ സമയത്ത് വിന്നും ആങ്കിയും ഇരുന്ന് സംസാരിക്കുന്നു. ഓഫീസിലാണല്ലോ ഇരിക്കുന്നത്. ആങ്കി നമ്മുടെ മോള് അല്ലെ, നമ്മുടെ അനിയത്തിയുടെ മോള്. സോ ഇവിടെ ആങ്കിയും വിന്നും നിന്ന് സംസാരിക്കുന്നതായിട്ട് കാണാം. ആങ്കി ആസ്ക് ഫോർ എ ജോബ് അറ്റ് ടോപ്പ് ഗേൾസ്. അപ്പൊ ഈ സമയത്ത് ആങ്കി
നമ്മുടെ വിന്നിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ, ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിക്കുന്നു. ആൻഡ് വിൻ ബോർസ് ആംഗി വിത്ത് ഹർ ലോങ് ഡ്രമാറ്റിക് ലൈഫ് സ്റ്റോറി അണ്ടിൽ ആംഗി ഫാൾസ് അസ്ലീപ്. അപ്പോൾ ജോലിക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കി എടുക്കുന്നില്ല നമ്മുടെ വിന്ന്. അപ്പൊ ഈ സമയത്ത് വിന്ന് തന്റെ ജീവിത കഥയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വിൻ ബോർസ് ആംഗി, അതായത് ആംഗിക്ക് ബോറടിക്കാണ്. എന്താണ്? വിത്ത് ഹർ ലോങ് ഡ്രമാറ്റിക് ലൈഫ് സ്റ്റോറി അണ്ടിൽ, അല്ലെ, അതായത് തന്റെ വലിയ സംഭവ ബഹുലമായ നാടകീയമായ ജീവിതത്തെക്കുറിച്ച് വിന്നിങ്ങനെ ഘോരമായി ആംഗിയോട് പറയുമ്പോൾ ആംഗി ആകെ ബോറടിച്ച് ഉറക്കം തൂങ്ങി അവസാനം ഉറങ്ങുകയാണ്. നെൽ comes back into the main office with the news that Howard has suffered a heart attack. ഈ സമയത്ത് നെല്ല് അവിടെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷോനെ, അല്ലെ. അത് കഴിഞ്ഞ് ആര് വരുന്നു? നെല്ലും ഇങ്ങോട്ടേക്ക് വരുന്നു. വരുന്നത് എന്തിനാ? ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കംസ് ബാക്ക് ഇൻ ടു ദ മെയിൻ ഓഫീസിൽ, നമ്മുടെ മെർലിന്റെ ഓഫീസിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. മെർലിൻ പക്ഷെ എന്തൊക്കെയോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോയിരിക്കുകയാണ്. ഈ സമയത്ത് ആംഗി അവിടെ ഉണ്ട്, അതേപോലെ തന്നെ കൂടെയുള്ള ആളുണ്ട്, അല്ലെ. ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരായി. നേരത്തെ വിന്നാണ് ഈ കഥ പറഞ്ഞ് ബോറടിപ്പിച്ചത്. ഇപ്പൊ നെല്ലും കയറി വരുന്നു. നെൽ കംസ് ബാക്ക് ഇൻ ടു ദ മെയിൻസ് ഓഫീസ് വിത്ത് ദ ന്യൂസ്, ഒരു വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഹൊവാർഡ് ഹാസ് സഫേർഡ് എ ഹാർട്ട് അറ്റാക്ക്. ഹൊവാർഡിന് ഓർമ്മയുണ്ടോ? അതെ, ജോലി കിട്ടേണ്ടിയിരുന്ന ആള്, അവരുടെ ഭാര്യയാണ് ഇപ്പൊ വന്നിട്ട് ചീത്ത പറഞ്ഞു പോയത്. ആ ഹൊവാർഡിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്ന വാർത്ത വന്ന് പറയുന്നു. മെർലിൻ റിട്ടേൺസ് ടു ഫൈൻഡ് ആംഗി അസ്ലീപ്. അപ്പൊ ഈ സമയത്ത് മെർലിൻ കയറി വരുന്നു. അപ്പൊ നോക്കുമ്പോ കാണുന്ന എന്താ? ആംഗി അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ആ കഥ കേട്ട്, ബോറടിക്കുന്ന കഥ കേട്ട് ഉറങ്ങിപ്പോയില്ലേ. വിൻ ടെൽസ് മെർലിൻ ദാറ്റ് ആംഗി വാണ്ട്സ് എ ജോബ് അറ്റ് ദ ഏജൻസി. അപ്പൊ ഈ സമയത്ത് വിന്നിനോടാണ് ആംഗി പറഞ്ഞു ഒരു ജോലി തരുമെന്ന്. ഈ സംഭവം മെർലിനോട് പറയുന്നു. വിൻ ടെൽസ് മെർലിനോട് പറയുന്നു ദാറ്റ് ആംഗി വാണ്ട്സ് എ ജോബ് അറ്റ് ദ ഏജൻസി. നമ്മുടെ ഏജൻസിയിൽ ഒരു ജോലി തരുമോ എന്ന് നിങ്ങളുടെ ഈ അനന്തരവളകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. But Merlin says that Angie won't ever be anything more than a beggar at a grocery store. പക്ഷേ വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ വളരെ ചെറുതാക്കുന്ന രീതിയിലാണ് ഇതിനോട് ആര് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഉത്തരം പറയുന്നത് മെർലിൻ പറയുന്നത്. അതായത് ഇവളെ അതിനൊന്നും പറ്റുന്ന ആളല്ല എന്ന രീതിയിലാണ് പറയുന്നത്. ദാറ്റ് ആംഗി വോണ്ട് എവർ ബി എനിത്തിങ് മോർ ദാൻ എ ബെഗർ. ഒരു ബെഗറിനേക്കാൾ മികച്ചൊരു പണിയൊന്നും നോക്ക് കിട്ടും തോന്നുന്നില്ല. അറ്റ് എ ഗ്രോസറി സ്റ്റോർ, ഒരു സാധാരണ സ്റ്റോറിൽ ഒരു ബെഗറായിട്ട് നിർത്താൻ കൊള്ളാം, അല്ലെ, അതല്ലാതെ ഒന്നും അവളെ കൊണ്ട് പറ്റില്ല. ഷീ ടെൽസ് ദ അതർ വിമൻ ഫ്ലാറ്റ്ലി ദാറ്റ്, അതായത് എന്നിട്ട് ഫ്ലാറ്റ് ആയിട്ട്, ഓപ്പൺ ആയിട്ട് തന്നെ മറ്റു രണ്ട് സ്ത്രീകളോട് നിൽക്കുന്നുണ്ടല്ലോ, അവരോട് ഓപ്പൺ ആയിട്ട് പറയുന്നു, ആംഗി ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ്. ആംഗി എന്ത് ചെയ്യുന്നില്ല? അതിന് പോകുന്നില്ല. ഏതിന്? നമ്മൾ ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു ജോലിയുമായി ആംഗി വരുമെന്ന് വിചാരിക്കേണ്ട. അതിനെന്തായാലും അവളെ പറ്റില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ആവാൻ പോകുന്നില്ല എന്ന് അവർ പറയുന്നു. സോ കുറച്ച് ശക്തമായിട്ടാണ് ഇത് അവർ പറയുന്നത്. അതായത് ഒരിക്കലും ഇവിടെ നിൽക്കാനോ, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് നിൽക്കാനോ, തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് ആംഗിയെ നിർത്താനോ ഇവർ താല്പര്യപ്പെടുന്നില്ല. വളരെ ശക്തമായിട്ട് തന്നെയാണ് അതിനെ എതിർക്കപ്പെടുന്നത്. സോ അതിന് ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ട്. കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. ദ ആക്ഷൻ ട്രാൻസിഷൻസ് ടു ജോയ്സീസ് ഹൗസ്. ഈ സമയത്ത് നാടകത്തിലെ സംഭവബഹുലമായ കഥയ്ക്ക് ഒരു അവസാനം, അല്ലെ, അതിന്റെ ഒരു അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഈ അവസാന ഭാഗം സംഭവിക്കുന്നത് നമ്മുടെ ജോയ്സിയുടെ വീട്ടിലേക്കാണ്. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് 1 year earlier. 1 വർഷം മുൻപേ നടക്കുന്ന സംഭവമാണ് ഇവിടെ നമ്മൾ ഈ അവസാനത്തെ ഭാഗത്ത് കാണാൻ പോകുന്നത്. അത് നമ്മൾ ഇതുവരെ പെട്ടെന്നൊന്നും അങ്ങോട്ട് കാണാത്ത ശീലമില്ലാത്ത ഒരു രീതിയാണ് കേട്ടോ. അതാണ് ഈ പറഞ്ഞൊരു മോഡേണിസത്തിലേക്കൊക്കെ വന്നപ്പോൾ ഉണ്ടായ വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ പുതിയ കാല സിനിമകളിലൊക്കെ കാണാറുണ്ട്, അല്ലെ. പക്ഷെ നമ്മൾക്ക് നാടകത്തിലൊന്നും അത്ര പരിചിതമല്ലാത്തൊരു പരിപാടിയാണ്. എന്താ നോക്കാം. അതായത് നമ്മളിപ്പോ കണ്ട് നിൽക്കുന്ന സമയമുണ്ടല്ലോ, ഇപ്പൊ ആംഗി മെർലിന്റെ അടുത്തേക്ക് വരികയും അവിടെ ജോലി വേണമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ആ സംസാരം കാര്യങ്ങൾ ടോപ്പ് ഗേൾസിൽ എത്തി നിൽക്കുന്ന സമയമുണ്ടല്ലോ. ഈ സമയം നടക്കുന്നതിന് 1 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ടാണ്? ദ ആക്ഷൻ ട്രാൻസിഷൻസ് ടു ജോയ്സീസ് ഹൗസ്. ആരാ ജോയ്സി? മെർലിന്റെ സഹോദരിയാണ് ജോയ്സി. ജോയ്സിയുടെ മകളാണ് ആംഗി. ഇത്രയുമാണ് നമുക്ക് ഇത്രയും നേരത്തെ മനസ്സിലായത്, അല്ലെ. സോ അവിടെയാണ് ഒരു കളിയൊക്കെ നടന്നിരുന്നത്, അല്ലെ. 2 സുഹൃത്തുക്കൾ കളിച്ചതും മഴ പെയ്തപ്പോ കയറി നിന്നതും ജോയ്സി ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചതൊക്കെ ഓർമ്മയില്ലേ? അതൊക്കെ ഈ വീട്ടിലാണ്. പക്ഷെ അതൊക്കെ ഇപ്പൊ പ്രസന്റിലാണ്. ബട്ട് നമ്മളിപ്പോ പോകുന്നത് 1 വർഷം മുൻപത്തെ കഥയിലേക്ക്. ആംഗി ഹാസ്
unbeknownst to ജോയ്സി. അപ്പോൾ എന്താ സംഭവം നോക്കാം. ആങ്കി, നമ്മുടെ ആങ്കി അല്ലെ, കുട്ടിയായിട്ടുള്ള 16 വയസ്സുകാരിയായിട്ടുള്ള ആങ്കി, unbeknownst to ജോയ്സി, ജോയ്സി അറിയാതെ, unbeknownst എന്ന് പറഞ്ഞാൽ അറിവില്ലാതെ, ജോയ്സിയുടെ അമ്മയുടെ അറിവില്ലാതെ സമ്മൺഡ് മെർലിൻ ഫോർ എ വിസിറ്റ്, അതായത് മെർലിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. സമ്മൺഡ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക, വിളിക്കുക. മെർലിൻ ഫോർ എ വിസിറ്റ്, തങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ്. അതായത് പണ്ട് മുതലേ മെർലിനെ ഭയങ്കര ഇഷ്ടമാണ് ആങ്കിക്ക്. അപ്പൊ അമ്മ പറഞ്ഞാൽ സമ്മതിക്കില്ല, അല്ലെ അമ്മ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അമ്മയുടെ സ്വഭാവത്തിനോട് ഇവൾക്ക് വലിയ താല്പര്യമില്ല, ജോയ്സിയുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ അറിയാതെ, ജോയ്സി അറിയാതെ എന്ത് ചെയ്യാണ്, മെർലിനെ ക്ഷണിക്കുകയാണ്. ആൻഡ് മെർലിൻ ഹാസ് അറൈവ്ഡ് ബിയറിംഗ് ന്യൂമറസ് പ്രസൻസ് ഫോർ ബോത്ത് ആങ്കി ആൻഡ് ജോയ്സി. അപ്പൊ അങ്ങനെ ആങ്കി വിളിച്ചതിന് പ്രകാരം മെർലിന് അങ്ങോട്ട് വരികയാണ് അവരുടെ വീട്ടിലേക്ക്. ബിയറിംഗ് ന്യൂമറസ് പ്രസൻസ്, കുറെ സമ്മാനങ്ങളുമായിട്ടാണ് നമ്മുടെ മെർലിൻ വന്നിരിക്കുന്നത്. ആർക്ക്? ആങ്കിക്കും ജോയ്സിക്കും. ആങ്കി ഓപ്പൺസ് വൺ ഓഫ് ഹെർ പാർസൽസ് ടു ഫൈൻഡ് ദ ഫാൻസി ഡ്രസ് ഫ്രം ദ ഫസ്റ്റ് ആക്ട്. ഈ സമയത്ത് ആങ്കി ഓപ്പൺസ്, ആങ്കി എന്ത് ചെയ്യുന്നു, സമ്മാനം കിട്ടിയതിൽ ഒന്ന് തുറക്കുന്നു. വൺ ഓഫ് ഹെർ പാർസൽ, തനിക്ക് സമ്മാനങ്ങളുമായിട്ട് വന്നിരിക്കുകയാണല്ലോ മെർലിൻ, അതിൽ നിന്ന് ഒരു സമ്മാനം എടുത്ത് തുറക്കുന്നു. തുറന്നു നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഫൈൻഡ് എ ഫാൻസി ഡ്രസ്, നല്ല ഭംഗിയുള്ള ഫാൻസി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കാണുന്നു. ഫ്രം ദ ഫസ്റ്റ് ആക്ട്, ഈ ഡ്രസ്സ് നമ്മൾ നാടകത്തിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. എപ്പോഴാ? ആദ്യത്തെ ഭാഗത്ത് ആ വീട്ടില് അവിടെ ഒരു ഡ്രസ്സ് ഇട്ടുകാണ്ട് അമ്മയെ കൊല്ലാണെന്നൊക്കെ പറഞ്ഞ് വന്നില്ലേ, ആ ഡ്രസ്സാണ്. അപ്പൊ 1 വർഷം മുമ്പ് വാങ്ങിയതാണ്, അതാണ് ഇപ്പൊ വലിപ്പം ഇല്ലാത്തത്, അല്ലെ? അതിന്റെ കാര്യം നമുക്ക് അവിടെ ക്ലാരിഫൈ ആയി. സോ ഇത് എവിടെ നിന്ന് കിട്ടിയ ഡ്രസ്സാണ്? നമ്മുടെ മെർലിൻ സമ്മാനമായി കൊടുത്ത ഡ്രസ്സാണ്. ഷീ ഡിക്ലെയർസ് ദാറ്റ് ഷീ ലവ്സ് ഇറ്റ്. അപ്പൊ അത് കിട്ടിയ ഉടനെ തന്നെ ആങ്കി പറയുന്നു, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് റൺസ് ടു ഹെർ റൂം ടു പുട്ട് ഇറ്റ് ഓൺ ഹെർ റൈറ്റ് അവേ. ഇപ്പോൾ തന്നെ ഇത് ധരിക്കണമെന്ന് പറഞ്ഞ് അവൾ വേഗം അവളുടെ റൂമിലേക്ക് ഓടിപ്പോകുന്നു. ആങ്കി ഈസ് ക്ലിയർലി ത്രിൽഡ് ബൈ മെർലിൻസ് പ്രസൻസ്. തീർച്ചയായിട്ടും മെർലിൻ കയറി വന്നതിൽ വലിയ സന്തോഷത്തിലാണ് ആങ്കി. ബട്ട് ജോയ്സി ഈസ് ലെസ് ദാൻ ഹാപ്പി ടു ഹാവ് ഹെർ സിസ്റ്റർ അറൌണ്ട്. പക്ഷേ ജോയ്സിക്ക് തന്റെ സിസ്റ്റർ ആയിട്ടുള്ള മെർലിൻ വന്നതിനോട് വലിയൊരു യോജിപ്പില്ല, വലിയൊരു സന്തോഷം ജോയ്സിയുടെ മുഖത്ത് കാണാനില്ല. മെർലിൻ ആൻഡ് ജോയ്സി ബിഗിൻ ഡ്രിങ്കിങ് വിസ്കി ആൻഡ് കാച്ചിങ് അപ്പ്. അപ്പോൾ ഈ സമയത്ത് മെർലിനും ജോയ്സിയും എന്ത് ചെയ്യുന്നു? അവരിങ്ങനെ വിസ്കി ഒക്കെ കുടിച്ച് മദ്യപിച്ച് ചെറിയ സംസാരത്തിലേക്ക് കടക്കുന്നു. ബട്ട് ആങ്കി ഈസ് കൺഫ്യൂസ്ഡ് ബൈ ജോയ്സി ആൻഡ് മെർലിൻസ് ഷെയർഡ് മെമ്മറീസ്. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുകയാണ്, നടനടിച്ച് മെർലിനും ജോയ്സിയും അങ്ങോട്ട് അവരുടെ പഴയ കാര്യങ്ങളും കഥകളും സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ പറയാണ്. പക്ഷെ ഈ സമയത്ത് ആങ്കി ആകെ കൺഫ്യൂസ്ഡ് ആവാണ്. എന്താണ്? ആൻഡ് സൂൺ ഗോസ് ഓഫ് ടു ബെഡ്. എന്നിട്ട് ഇവൾക്ക് ഇതൊന്നും കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതായത് തന്റെ അമ്മ, ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങളിൽ ജോയ്സി തന്നോട് പറഞ്ഞ സംഭവങ്ങളൊന്നും അല്ല ഇവിടെ മെർലിൻ പറയുന്നത്. അങ്ങനെ അവൾക്ക് എന്താവാണ്, അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഈ കുടുംബത്തിന്റെ കഥയൊക്കെ നമ്മൾ കേൾക്കുമല്ലോ അല്ലെ, പണ്ട് ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോ ഇവിടെ ആയിരുന്നപ്പോ ഒന്നിച്ച് ജീവിച്ചപ്പോ അച്ഛനും അമ്മ ഉണ്ടായിരുന്ന കാലത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഥകൾ കേൾക്കില്ലേ. ഇങ്ങനെ കഥകൾ കേട്ടു. പക്ഷെ ആങ്കിക്ക് ഇതൊക്കെ വളരെ കൺഫ്യൂഷൻ ആയിട്ടാണ് തോന്നുന്നത്. കാരണം അവളുടെ അമ്മയായ ജോയ്സി പറഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങളുമാണ് മെർലിൻ പറയുന്നത്. സോ ഏത് വിശ്വസിക്കുമെന്ന് അറിയാതെ അവൾക്ക് ആ കൺഫ്യൂഷനായി. അവൾ എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് ഗോസ് ഓഫ് ടു ബെഡ്, കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നു. ജോയ്സി ടെൽസ് മെർലിൻ ദാറ്റ് ഷീ ഈസ് വെറീഡ് അബൌട്ട് ആങ്കി. അപ്പൊ ഈ സമയത്ത് ജോയ്സി പറയുന്നു, ടെൽസ് മെർലിൻ, മെർലിനോടാണ് പറയുന്നത്. എന്ത്? അവർ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ദാറ്റ് ഷീ ഈസ് വെറീഡ് അബൌട്ട് ആങ്കി. ആങ്കിയുടെ കാര്യത്തില് എനിക്ക് ചില സംശയങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ട്. വെറീഡ് ആണ്, അവളുടെ കാര്യത്തിൽ എനിക്ക് ആകെ ടെൻഷൻ ആണ് എന്ന് പറയുന്നു. ഹു ഹാസ് ബീൻ ഇൻ റെമഡിയൽ ക്ലാസ്സസ് ഫോർ 2 years. 2 വർഷമായിട്ട് ഒരു പ്രത്യേക തരം ക്ലാസ്സുകൾ, ചില പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കൂടുതലായിട്ടുള്ള ചില സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കാം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഏതോ ഒരു റെമഡിയൽ ക്ലാസ്സസ് 2 വർഷമായിട്ട് അവൾ ചില റെമഡിയൽ ക്ലാസ്സസിലാണ്. ചില പ്രത്യേക പ്രശ്നങ്ങളുള്ളവരെ സോൾവ് ചെയ്യുന്ന തരം ക്ലാസ്സുകളാണ് റെമഡിയൽ ക്ലാസ്സസ് എന്ന് പറയുന്നത്. സോ പല പഠനത്തിന്റെ കാര്യത്തിലും മറ്റോ അല്ലെങ്കിൽ മറ്റുള്ള പല മാനസിക സ്ഥിതിയിലും അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ മാനസിക വിഭ്രാന്തി ഉള്ളവരെയൊക്കെ ശരിയാക്കുന്നതോ അല്ലെങ്കിൽ ചില കുട്ടികൾ വളരെ സ്ലോ ആയിരിക്കുമല്ലോ, അവരൊക്കെ പഠിപ്പിക്കുക, അത്തരത്തിലുള്ള ചില ക്ലാസ്സുകളിലാണ് അവൾ 2 വർഷമായിട്ട് പഠിക്കുന്നത്. അതായത് എന്തെല്ലാമോ പ്രശ്നങ്ങൾ ആങ്കിക്കുണ്ട് എന്ന രീതിയിൽ അവൾ സംസാരിക്കുന്നു. ആര്? നമ്മുടെ ജോയ്സി. മെർലിൻ ആൻഡ് ജോയ്സി ബിഗിൻ ഡിസ്കസിങ് ദെയർ മദർ. അങ്ങനെ അവർ സംസാരിച്ച് മെർലിനും ജോയ്സിയും അവരവരുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നു. ഡിസ്കസിങ് ദെയർ മദർ, അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നു. ഹു ഈസ് ഇൻ എ നഴ്സിംഗ് ഹോം നിയർ ബൈ.
അടുത്തുള്ള ഒരു നഴ്സിംഗ് ഹോമിലാണ് അമ്മ. അതായത് പ്രായമായ ആൾക്കാരെയൊക്കെ കൊണ്ടാക്കുന്ന അത്തരം ഒരു നഴ്സിംഗ് ഹോമിലാണ് അമ്മയുള്ളത്. 2 പെൺകുട്ടികളുണ്ട്, 2 പെൺമക്കളാണ് ഉള്ളത് അല്ലെ, മെർലിനും ജോയ്സിയും. പക്ഷെ അമ്മ എന്താണ്, ഒരു നിയർ ബൈ ഹോമിലാണ്, നഴ്സിംഗ് ഹോമിലാണ്. മെർലിൻ റിവീൽസ് ദാറ്റ് ഷീ വെന്റ് ടു വിസിറ്റ് ഹർ ഏർലിയർ ഇൻ ദ ഡേ. അപ്പൊ ഈ സമയത്ത് മെർലിൻ ഒരു സത്യം തുറന്നു പറയുന്നു, താൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അമ്മയെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാം അങ്ങനെ ഒരു കടാരം കഴിക്കുന്ന പോലെ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതായത് ജസ്റ്റ് ഒരു ഫോർ എ സേക്ക്, ആൾക്കാർ പറയുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പോലെയാണ്. ഞാൻ അമ്മയെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ആര് പറയുന്നു, മെർലിൻ പറയുന്നു. ദിസ് ആങ്കേഴ്സ് ജോയ്സി. പക്ഷെ ഇത് ജോയ്സിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാവുന്നു. ഹു ഈസ് അപ്സെറ്റ് ദാറ്റ് മെർലിൻ ആഫ്റ്റർ ഹാവിംഗ് ലെഫ്റ്റ് ദെയർ ഹോം ടൗൺ ഇയേഴ്സ് എഗോ. കുറെ വർഷം മുമ്പ് ഇവിടുന്ന് വീട് വിട്ട് പോയ ആളാണ് ആര്, മെർലിൻ. റിട്ടേൺസ് ഓൺലി എവറി 5 or so years. ഏതെങ്കിലും ഒരു 5 കൊല്ലോ അല്ലെങ്കിൽ 6 കൊല്ലോ അല്ലെങ്കിൽ 5 അതിനടുത്തൊക്കെ കൊല്ലം കഴിഞ്ഞാലേ ഇവൾ തിരിച്ചു വരുള്ളൂ. ഓൺ എ വിം വിം എന്ന് പറഞ്ഞാൽ തോന്നല്, ഒരു തോന്നലിന്റെ പുറത്ത് നീ അങ്ങോട്ട് വരും. ആൻഡ് ഹാസ് നോ റിയൽ പാർട്ട് ഇൻ ഹർ ഓൺ ലൈഫ്. തന്റെ സ്വന്തം, അതായത് നമ്മുടെ ജോയ്സിയുടെ ജീവിതത്തിലും, അതായത് എന്റെ ലൈഫിലോ നീ ഒന്നുമായിട്ട് വരുന്നില്ല. ദെയർ മദേഴ്സ് ടു, അമ്മയുടെ ജീവിതത്തിലും നീ എന്ത് ചെയ്യുന്നില്ല, അമ്മയുടെ അടുത്തേക്ക് ഒന്നിനും നിന്നെ കിട്ടുന്നില്ല. ഓർ ആംഗിയുടെ ലൈഫിലും നീ ഒരു ഇൻഫ്ലുവൻസും ആകുന്നില്ല. വെച്ചാൽ നീ ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ നോക്കി പറന്ന് നടക്കുകയാണ്. 5 കൊല്ലോ അല്ലെങ്കിൽ 6 കൊല്ലൊക്കെ ആകുമ്പോൾ നിനക്കൊരു തോന്നലാണ് എല്ലാവരെയൊക്കെ ഒന്ന് കാണാം, അങ്ങനെ കാണാൻ വേണ്ടി നീ വരുന്നു. അങ്ങനെ നിന്റെ അമ്മയും എന്നെയും ആംഗിയെയും കണ്ട് നീ തിരിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവള് ദേഷ്യപ്പെടുന്നു. ആര്, സഹോദരിയായിട്ടുള്ള ജോയ്സി. മെർലിൻ ഡിഫെൻസ് ഹെർസെൽഫ് ഫോർ ചൂസിങ് ടു ലീവ്. അപ്പൊ ഈ സമയത്ത് താൻ പോകാനുണ്ടായ കാരണം എന്താണ്, അതെന്താണെന്നൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മളെ മെർലിൻ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് അത് അങ്ങനെയല്ല, ഇങ്ങനെയല്ലേ, ഇങ്ങനെ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്നു. അവള് പോകാനുള്ള കാരണമൊക്കെ അവള് പറയുന്നു. ബട്ട് ജോയ്സി ബിറൈറ്റ്സ് മെർലിൻ ഫോർ ഹാവിംഗ് ലെഫ്റ്റ് ഹർ ഓൺ ഡോട്ടർ ബിഹൈൻഡ്. പക്ഷെ അപ്പോൾ ഞെട്ടിക്കുന്ന ആ സത്യം ജോയ്സി തുറന്നു പറയുന്നു. എന്താണ്, അവളുടെ ഈ ദേഷ്യത്തിനൊക്കെ കാരണമുണ്ട്. എന്താണ്, ബട്ട് ജോയ്സി ബിറൈറ്റ്സ് എന്ന് വെച്ചാൽ ദേഷ്യത്തോടെ, കലിതുള്ളി ദേഷ്യത്തോടെ തന്നെ പറയുന്നു, മെർലിനോട് സംസാരിക്കുന്നു, ഫോർ ഹാവിംഗ് ലെഫ്റ്റ് ഹർ ഓൺ ഡോട്ടർ ബിഹൈൻഡ്. എന്നാലും എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മകളെ വേറൊരാളടുത്ത് ആക്കിയിട്ട് പോകുമോ എന്ന് അവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മൾ സത്യം മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്വന്തം മകളെ വേറൊരാളുടെ അടുത്തേക്ക് അടുത്താക്കിയിട്ട് ഇങ്ങനെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുമോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി ആംഗി ആരുടെ മകളാണ്. മെർലിൻ claims that Joyce was all too happy to agree to raise Anki as her own after Merlin had an unwanted pregnancy. അപ്പോൾ എന്താണ് ആ സംഭവം എന്നുള്ളതിലേക്ക് അവർ പിന്നിലേക്ക് സംസാരിച്ചു പോകുന്നുണ്ട്. അപ്പൊ മെർലിൻ പറയുന്നത്, മെർലിൻ ക്ലെയിംസ്, അവൾ അവകാശപ്പെടുന്നത്, ജോയ്സി വാസ് ആൾ ടു ഹാപ്പി, നീ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ, ടു അഗ്രി ടു റൈസ് ആംഗിയെ ഞാൻ വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നീ ഭയങ്കര സന്തോഷത്തിലല്ലേ നീ അന്ന് സ്വീകരിച്ചത്. കാരണം എന്താ, as her own after Merlin had an unwanted pregnancy. മെർലിന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ താൻ വിചാരിക്കാത്ത നേരത്ത് ഉണ്ടായ ഒരു പ്രഗ്നൻസി, അതായത് അമ്മ പ്രതീക്ഷിക്കാതെ, ദാറ്റ് മീൻസ് അവള് മാനസികമായി തയ്യാറെടുക്കാതെ ഒരമ്മയാകേണ്ടി വന്ന സമയത്ത്, എന്താണ് അതിന്റെ കാര്യകാരണങ്ങൾ എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. കല്യാണം കഴിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് പോയതാണോ അതല്ല എന്തെങ്കിലും ഒരാളുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായതാണോ, എന്തായാലും അൺവാണ്ടഡ് എന്ന് പറയുന്നുണ്ട്. മെർലിന് അപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നതും ആ കുഞ്ഞുമായി മുന്നോട്ട് പോകുന്ന തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന്, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്കും താൻ എവിടെയും എത്തില്ല എന്നും മനസ്സിലാക്കിയ മെർലിൻ ജോയ്സിയോട് ചോദിക്കുന്നു. ജോയ്സി അത് സന്തോഷത്തോടെയല്ലേ നീ അന്ന് സ്വീകരിച്ചത് എന്റെ മോളെ എന്ന് പറയുന്നു. ബട്ട് ജോയ്സി കൺഫൈൻസ് ഇൻ മെർലിൻ ദാറ്റ് ആങ്കി ഹാസ് ഇൻ ഫാക്ട് ബീൻ എ ബർഡൻ. പക്ഷെ ജോയ്സി പറയുന്നു, ജോയ്സി കൺഫൈൻസ്, തുറന്നു പറയണം, ഓപ്പൺ ആയിട്ട് പറയുന്നു, കൺഫൈൻസ് തുറന്നു പറയുന്നു, ഇൻ മെർലിനോട് തന്നെ ഓപ്പൺ ആയിട്ട് പറയാണ്, ദാറ്റ് ആങ്കി ഇൻ ഫാക്ട് ബീൻ എ ബേർഡൻ. പക്ഷെ ആങ്കി ഇന്ന് എനിക്ക് എന്താണ്, ഒരു ബേർഡനാണ്, ഒരു ഭാരമാണ് അല്ലെ, അവളുടെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ പറ്റാതെ. അപ്പോ ജോയ്സിക്കും ഇതെന്തായി മാറാണ്, ഒരു ബേർഡ്. അന്ന് വളരെ സന്തോഷത്തിൽ സ്വീകരിച്ചതാണ് ആങ്കിയെ, ഞാൻ വളർത്തിക്കോളാം നിനക്ക് വേണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഇപ്പോ എനിക്കൊരു ബേർഡനാണ്. അപ്പൊ അതുകൊണ്ടാണല്ലേ ആങ്കിയുടെ മനസ്സിൽ ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എപ്പോഴും, ആരോട്, ജോയ്സിയോട്. അപ്പൊ ഒരു യഥാർത്ഥ അമ്മയല്ലാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അമ്മയെ കൊല്ലണം എന്നുള്ള ഡയലോഗൊക്കെ അതിൽ നിന്ന് അവർ തമ്മിലുള്ള ഒരു ഇഷ്ടക്കേട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിരുന്നു നമുക്ക്
മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. മെർലിൻ ബിക്കംസ് അപ്സെറ്റ്. അപ്പൊ ഈ സമയത്ത് മെർലിൻ ആകെ അപ്സെറ്റ് ആവുന്നു. ആൻഡ് ജോയ്സി കംഫേർട്സ് ഹർ. അപ്പൊ ഈ സമയത്ത് ആകെ സങ്കടപ്പെട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ മെർലിൻ തന്നെ എന്ത് ചെയ്യല്ല, നമ്മുടെ ജോയ്സി എന്ത് ചെയ്യുന്നുണ്ട്, അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് മെർലിനെ. ദ ടു വിമൻ സ്വിച്ച് ദ സബ്ജക്ട് ആൻഡ് ബിഗിൻ ഡിസ്കസിങ് റൊമാൻസ്. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവുന്നു ഇനി ഇങ്ങനെ കൂടുതൽ സംസാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആകെ ഇമോഷണൽ ആവും, പ്രശ്നങ്ങളാവും, ആകെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ തൽക്കാലം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ സംസാരം മാറ്റുന്നു. വിമൻ സ്വിച്ച് ദ സബ്ജക്ട്. അവർ ഇത്രയും നേരം ഈ കുടുംബ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് മാറി ആൻഡ് ബിഗിൻ ഡിസ്കസിങ് റൊമാൻസ്. മറ്റു പല സംഭവങ്ങളെ കുറിച്ചും, അന്നത്തെ ഇറങ്ങിയ നാടകങ്ങൾ, ഇറങ്ങിയ പുസ്തകങ്ങൾ, റൊമാൻസ്, ലിറ്ററേച്ചർ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദോ മെർലിൻ ഹാസ് നോ ലവ് ലൈഫ് ടു സ്പീക്ക് ഓഫ്. മെർലിൻ എന്തില്ല, ഒരു പ്രണയ ജീവിതമൊന്നും പറയാനില്ല. ഷീ ഈസ് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഹെർ ഫ്യൂച്ചർ. പക്ഷെ ഭാവിയെക്കുറിച്ച്, അതായത് ഒരു നല്ല സ്നേഹത്തിന്റെയോ സന്തോഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ചൊന്നും പറയാനില്ലെങ്കിലും ഭാവിയെക്കുറിച്ച് വളരെ ശുഭപ്രതീക്ഷയുള്ള ഒരാളാണ് മെർലിൻ. ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഹെർ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ച് വലിയ പ്ലാനുകളുണ്ട് നമ്മുടെ മെർലിന്. ആൻഡ് ബിലീവ്സ് ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു എൻജോയ് ഗ്രേറ്റ് പേഴ്സണൽ ആൻഡ് എക്കണോമിക് സക്സസ് in the coming years due to the recently installed Prime Minister Margaret Thatcher's policies. അപ്പോൾ ഇനി അങ്ങോട്ട് അവർ പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുകയാണ്. അവൾ പറയുകയാണെന്ത്, ഭാവിയിൽ എനിക്ക് നല്ല മികച്ച നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പേഴ്സണലി ആണെങ്കിലും അല്ലെ, എക്കണോമിക്കലാണെങ്കിലും സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ എനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഒന്നാമത്തെ കാരണം എന്താണെന്ന് പറയുന്നവര്, മാർഗരറ്റ് താച്ചർ ആണല്ലോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ. അവരുടെ എക്കണോമിക് പോളിസികളൊക്കെ നമുക്കിപ്പോ നല്ല സൗകര്യപ്രദമാണ്, സ്ത്രീകളെയൊക്കെ മുന്നോട്ട് വരാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വരുന്ന വർഷങ്ങൾ എനിക്ക് വളരെ മികച്ചതായിരിക്കും എന്ന രീതിയിൽ പ്രതീക്ഷ പറയാണ് ആര്, നമ്മുടെ മെർലിൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആൾറെഡി ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ആൾറെഡി കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഇത് സംസാരിക്കുന്ന സമയത്ത് പ്രൊമോഷൻ ഒന്നും കിട്ടിയിട്ടില്ല അല്ലെ, ജോലിയിൽ വലിയ മുന്നോട്ട് കയറി പോയിട്ടില്ല. പക്ഷെ നമ്മളത് കഥയിലൂടെ ആൾറെഡി കേട്ടു എന്നെങ്കിലും ഒരു വർഷം മുൻപ് നടക്കുന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മറക്കരുത്. അപ്പോ മാർഗരറ്റ് താച്ചർ പ്രൈം മിനിസ്റ്റർ ആയല്ലോ, അതുകൊണ്ട് ഇനി അവരുടെ പോളിസി കാരണം എനിക്ക് അധികം വൈകാതെ തന്നെ എന്ത് ചെയ്യും, വലിയ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും എന്ന കാര്യമൊക്കെ അവര് പറയുന്നു. ജോയ്സി ആൻഡ് മാർലിൻ ഗെറ്റ് ഇൻ ടു എ പൊളിറ്റിക്കൽ ഡിബേറ്റ്. അവർ പക്ഷേ അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് കടക്കുകയാണ്. പൊളിറ്റിക്കലിയുള്ള ചർച്ചയും സംസാരമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ജോയ്സി ഈസ് ആംഗ്രി വിത്ത് മെർലിൻ ഫോർ ഹെർ ഫാൻസി ലൈഫ് സ്റ്റൈൽ ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് ആസ്പിരേഷൻസ്. അപ്പൊ ഈ സമയത്ത് ജോയ്സി മെർലിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? വളരെ ദേഷ്യത്തോടെ, ആംഗ്രിയോട് സംസാരിക്കുന്നുണ്ട്. ഫോർ ഹെർ ഫാൻസി ലൈഫ് സ്റ്റൈൽ, ഭയങ്കര ഫാൻസി ആയിട്ടുള്ള, അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നതിനോട്, എന്ന് വെച്ചാൽ ഭയങ്കര പ്രൗഢഗംഭീരമായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ കാണിക്കുന്ന രീതിയിൽ അത്തരത്തിൽ ഭയങ്കര ഷോ ഓഫ് ആയിട്ട് നടക്കുന്ന ഇതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആംഗി അറിയാലോ അല്ലെ, ആ ഫാൻസി ഡ്രസ് ഇട്ടത് അവൾ ആ ഒരു ജനുസ് ആണ് എന്നുള്ള രീതിയിൽ, അതായത് അമ്മയുടെ അതേ മകള് തന്നെയാണ് ആംഗി എന്നുള്ളത് നമ്മൾക്ക് ചെറിയൊരു പറയാതെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവൾ ആ ഫാൻസി ഡ്രസ് ഇട്ടിട്ട് അല്ലെ പറയുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ. മാത്രമല്ല ലണ്ടനിൽ താമസിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നതും, അവളിപ്പോ ലണ്ടനിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോ ഒരു കൊല്ലം മുമ്പത്തെ കാര്യമാണ് നമ്മൾ ഇപ്പൊ പറയുന്നതെങ്കിലും. സോ ജോയ്സി ദേഷ്യത്തോടെ പറയുന്നു, നിന്റെ ഈ ഫാൻസി ലൈഫ് സ്റ്റൈൽ നീ അവസാനിപ്പിക്കണം. ഈ അപ്പർ മിഡിൽ ക്ലാസ് ആസ്പിരേഷൻ, അതായത് ഉയർന്ന വിഭാഗത്തിന്റെ, സമ്പത്തുള്ളവർ മാത്രം കാണുന്ന ചില സ്വപ്നങ്ങൾ മാത്രം കണ്ട് നീ നിന്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. വൈൽ മെർലിൻ ലുക്സ് ഡൗൺ ഓൺ ജോയ്സി ഫോർ റിമൈനിങ് സ്റ്റക്ക് ഇൻ എ വർക്കിംഗ് ക്ലാസ് ടൗൺ ആൻഡ് നെവർ സ്ട്രൈവിംഗ് ഫോർ മോർ. പക്ഷെ ഈ സമയത്ത് മെർലിൻ ജോയ്സിയെയും കളിയാക്കുന്നുണ്ട്. നിന്റെ ലൈഫ് എന്ത് ലൈഫാണ്? ഈ ഒരു സാധാരണക്കാർക്കിടയിൽ, ഈ ജോലിക്കാർക്കിടയിൽ, ഈ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് എന്ത് നേടാനാണ്? ഒരു സ്ട്രൈവിംഗ് ഫോർ മോർ, നീ എന്ത് ചെയ്യുന്നില്ല, ഒരു വലിയ നേട്ടത്തിനോ മികച്ചൊരു നന്മയ്ക്കോ നല്ല ലൈഫിനോ വേണ്ടിയിട്ട് ഒരു പരിശ്രമവും നടത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മെർലിൻ ജോയ്സിയെ അങ്ങോട്ടും കളിയാക്കുന്നു. അപ്പൊ രണ്ടുപേരുടെയും ലൈഫ് സ്റ്റൈൽ എങ്ങനെയാന്നുള്ളത് നമുക്ക് ആ ഡയലോഗുകളിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. Merlin tries to stop the argument and ask Joyce if they can still be friends in spite of their different beliefs. അപ്പൊ അങ്ങനെ അവര് വാഗ്വാദം കൂടി ഓവറായി വരുന്നു. പക്ഷെ മെർലിൻ ട്രൈസ് ടു സ്റ്റോപ്പ് ദ ആർഗ്യുമെന്റ്. ആ സമയത്ത് മെർലിൻ എന്ത് ചെയ്യുന്നു, ഒന്ന് കൂൾ ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് ആസ്ക് ജോയ്സിയോട് ചോദിക്കുന്നു, ഇഫ് ദേ ക്യാൻ സ്റ്റിൽ ബി ഫ്രണ്ട്സ്, സാരമില്ല, നമുക്ക് എന്നാലും നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൂടെ, ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ ഡിഫറെന്റ് ബിലീഫ്സ്. നമ്മളുടെ വിശ്വാസങ്ങളും ചിന്തകളും ആശയങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ സുഹൃത്തുക്കളായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൂടെ എന്ന് മെർലിൻ ചോദിക്കുന്നു. ബട്ട് ജോയ്സി അഡ്മിറ്റ്സ് ഷീ ഡസന്റ് തിങ്ക് ദേ ക്യാൻ ബി. അപ്പോ ജോയ്സി സമ്മതിച്ച് അല്ലെങ്കിൽ പറയാണെന്ത്,
ഒരുപാട് കാലമൊന്നും നമുക്കിങ്ങനെ നല്ല രീതിയിൽ സുഹൃത്തുക്കളായിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറയുന്നുണ്ട്. ജോയ്സി റെഡീസ് ദ സോഫ ഫോർ മെർലിൻ ടു സ്ലീപ്പ് ഓൺ. അപ്പോൾ ഈ സമയത്ത് ജോയ്സിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണല്ലോ മെർലിൻ. അപ്പോൾ റെഡീസ് ദ സോഫ കിടന്നുറങ്ങാനൊക്കെ പാകത്തിന് സോഫ റെഡി കൊടുക്കുന്നു. അത്ര വലിയ വീടും കാര്യങ്ങളൊന്നും അല്ല അല്ലെ, അറിയാലോ ജോയ്സിയുടെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ആണെന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ റെഡീസ് എ സോഫ ഫോർ മെർലിൻ ടു സ്ലീപ്പ് ഓൺ. മെർലിന് കിടന്നുറങ്ങാൻ വേണ്ടി സോഫയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണ് നമ്മുടെ വീട്ടുകാരിയായിട്ടുള്ള ജോയ്സി. ആസ് മെർലിൻ സെറ്റിൽസ് ഇൻ ഓൺ ദ കൗച്ച്. അപ്പൊ ആ സമയത്ത് മെർലിൻ ഇങ്ങനെ കിടക്കാൻ വേണ്ടി ആ കുഷ്യനിൽ, ആ കൗച്ചിൽ ഇങ്ങനെ കിടക്കുന്നു. ആങ്കി കംസ് ഡൗൺ സ്റ്റേഴ്സ് ഇൻ എ ഡേയ്സ്. നമ്മുടെ ആങ്കി ഈ സമയത്ത് ഉറങ്ങാൻ പോയ നമ്മുടെ മോള്, ഇപ്പൊ നമുക്കറിയാം ഇത് ആരുടെ മോളാണ്, മെർലിന്റെ മോളാണ് അല്ലെ. പക്ഷെ അത് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ ജോയ്സി എടുത്ത് വളർത്തുകയാണ്. ആ സമയത്ത് ആങ്കി എന്ത് ചെയ്യാണ്, കംസ് ഡൗൺ സ്റ്റേഴ്സ് ഇൻ എ ഡേയ്സ്, ഒരു അത്ഭുതത്തോടെ, ഡേയ്സ് ഒരു ഞെട്ടലോടെ അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന എന്തോ അത്ഭുതം കണ്ട പോലെയുള്ള രീതിയിൽ ആങ്കി ഇറങ്ങി വരികയാണ്. കാളിംഗ് ഫോർ ഹർ മദർ. അമ്മയെ വിളിച്ചിട്ടാണ് വരുന്നത്. അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് മദർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. മെർലിൻ ടെൽസ് ആങ്കി. അപ്പൊ ഈ സമയത്ത് സോഫയിൽ കിടക്കാണ് ആര്, നമ്മുടെ മെർലിൻ, യഥാർത്ഥ അമ്മ. ടെൽസ് ആങ്കി ദാറ്റ് ഹർ മദർ ഹാസ് ഗോൺ ടു ബെഡ്. അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് അറിയാം ഇത് ആരുടെ മോളാന്നൊക്കെ അല്ലേ. പക്ഷെ നമ്മുടെ മെർലിൻ പറയുന്നത് അമ്മ കിടന്നുറങ്ങാൻ പോയിട്ടുണ്ട്. ആൻഡ് ആസ്ക് ആങ്കി ഇഫ് ഷീ വാസ് ഹാവിങ് എ നൈറ്റ് മെയർ. എന്ത് പറ്റി മോളെ, നീ വല്ല പേടി സ്വപ്നവും കണ്ടോ, ദുസ്വപ്നം വല്ലതും കണ്ടിട്ട് പേടിച്ചിട്ടാണോ ഇപ്പൊ ഉറക്കത്തിന് എണീറ്റ് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്തെങ്കിലും പേടി സ്വപ്നം എന്തെങ്കിലും കണ്ട് നീ പേടിച്ചു പോയോ എന്ന് ചോദിച്ചു. ആങ്കി ഒൺലി റിപ്ലൈസ്. അപ്പൊ ആങ്കി എന്താണ് മറുപടി ആയിട്ട് പറയുന്നത്, റിപ്ലൈസ് ഓവർ ആൻഡ് ഓവർ, വീണ്ടും വീണ്ടും എന്ത് പറയുന്നു, ഫ്രൈറ്റനിങ്, ഭയപ്പെടുത്തുന്നത്, ഭയാനകമായത്, ഭീതിപ്പെടുത്തുന്ന ഒന്ന്, തന്നെ പേടിപ്പിക്കുന്ന ഒന്ന് എന്ന് മാത്രം അവർ പറയുന്നു. അതായത് മോളെ നീ എന്തെങ്കിലും പേടി സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫ്രൈറ്റനിങ്, പേടിപ്പിക്കുന്ന എന്തോ ഒന്ന്, ഭയാനകമായത്, തികച്ചും ഭയാനകമായത് എന്ന് മാത്രം അവൾ പറയുന്നു. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് അവൾ കേട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അവൾ സ്വപ്നം കണ്ടതാണ്, സ്വപ്നത്തിൽ നിന്ന് പേടിച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ പിന്നീട് ഒരു വർഷത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ചില ക്ലൂകൾ നമ്മൾക്ക് ഉരുത്തിരിഞ്ഞ് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യാം. ഭയാനകം, തികച്ചും ഭയാനകം എന്ന് ആങ്കി പറയുന്നിടത്ത് കർട്ടൻ ഗോസ് ഡൗൺ. അവിടെ നാടകം അവസാനിക്കുന്നു. ഇനി ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇന്റർപ്രിട്ടേഷന് വിട്ടു തന്നിരിക്കുകയാണ്. ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന ഈ ഡ്രാമയിലൂടെ നമ്മുടെ കാരിൽ ചർച്ചിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ നാടകത്തിന്റെ കഥ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ഒരു വ്യത്യസ്തത, ഇതിന്റെ സ്ട്രക്ചറിലെ വ്യത്യസ്തത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യത്തെ തുടക്കം മുതൽ തന്നെ ഇതിനൊരു വ്യത്യസ്ത സ്വഭാവം ഉണ്ടായിരുന്നു അല്ലെ. ആദ്യം നാടകം ആരംഭിക്കുന്നത് തന്നെ ഒരു സർറിയലിസ്റ്റിക് നോട്ടിലാണ്. റിയലിസം ആണോ എന്ന് ചോദിച്ചാൽ റിയലിസം ആണ്. യഥാർത്ഥത്തിൽ ഒരു സാധാരണ ഒരു പാർട്ടി നടക്കുന്ന പോലെ നടക്കുന്നു. ബട്ട് പാർട്ടിയിലുള്ള കഥാപാത്രങ്ങളെല്ലാം നമ്മളെ ഞെട്ടിക്കുന്നു. നമ്മൾ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത പഴയകാല ചരിത്രത്തിൽ നിന്നുള്ള ആളുകൾ അവിടെ കയറി വരുന്നു. കലാപരമായിട്ടുള്ള ഭാഗത്ത് നിന്ന് ആളുകൾ വരുന്നു. മിത്ത്, വിശ്വാസങ്ങളിൽ നിന്നുള്ള ആളുകൾ കയറി വരുന്നു. പിന്നീട് നമ്മൾ യഥാർത്ഥത്തിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓഫീസിലേക്ക് പോകുന്നു. അതിനുശേഷം ഒരു വീട് മുറ്റവും അങ്ങോട്ടേക്ക് പോകുന്നു. വീണ്ടും ഓഫീസും അവിടുത്തെ സാഹചര്യങ്ങളും അതിലേക്ക് വരുന്നു. പിന്നീട് ഒരു വർഷം മുമ്പേ നടന്ന സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും സഹോദരിമാർ പരസ്പരം കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും അതിൽ നിന്നൊരു റിവീലേഷൻ, അതായത് അവസാനത്തെ ആ ഭാഗത്താണ് നമ്മൾ കൃത്യമായി എന്താണ് ഇത്രയും നേരം നടന്നത് എന്ന് വ്യക്തമായും മനസ്സിലാക്കുന്നു. സോ ഇതാണ് കാരൽ ചർച്ചിലിന്റെ ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന ഡ്രാമ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.